ഗണേഷ് കുമാർ അന്ന് മന്ത്രിയായിരിക്കുന്ന സമയത്ത് വീട്ടിൽ കാണാൻ വന്നിരുന്നു. മോള് ബെഡിൽ കിടക്കുകയാണ്. പക്ഷെ ആ വാക്ക് ആളെ വായിന്ന് വീണല്ലോ. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാക്കി. ഒരു സ്ത്രീ ഒരു പക്ഷേ വയറ്റപ്പഴപ്പിന് വേണ്ടിയൊക്കെ അല്ലേ, അതിന് വേറെ പേര് വിടുക. ഈ പുരുഷന്മാരെന്തിനു പോകണം, അവർക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അയ്യോ, ശരണ്യ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ സീരിയലാണല്ലോ, അമ്മ അഡ്ജസ്റ്റ് എന്നൊക്കെ അവർ പറഞ്ഞു. മോളെ നമുക്ക് വേണ്ട സിനിമ. അപ്പോൾ ഈ സീരിയലൊക്കെ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല കേട്ടോ. മണിയമ്പിള്ള രാജേട്ടൻ പറഞ്ഞത് സത്യം. അവരുടെ സീരിയലിലെ നായികയായി തെലുങ്കിൽ അഭിനയിക്കുന്ന സമയത്താണ് അവിടെ തലവേദന വരുന്നത്. ദൈവം തന്ന വീട് സീരിയൽ അഭിനയിച്ചു, നല്ല ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് 3ാമത് ട്യൂമർ വരുന്നത്. എൻ്റെ മോളെ നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ, അതിന് എനിക്ക് അവാർഡ് തരണം ആരെങ്കിലും. ശരണ്യെ നോക്കി അമ്മ എന്നും പറഞ്ഞിട്ട് എനിക്ക് ആരെങ്കിലും അവാർഡ് തരണം. പക്ഷേ ഞങ്ങൾ സീരിയൽ അഭിനയിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സിനിമ സീരിയൽ രംഗത്തെ നടിയായിരുന്ന ശരണ്യയുടെ അമ്മയാണ് എന്നോടൊപ്പം ഉള്ളത്. അമ്മേ നമസ്കാരം. നമസ്കാരം. ശരണ്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാവയായിരുന്നു ഇത്. ലാസ്റ്റ് അവസാന നിമിഷം ഈ പാവയും കെട്ടിപ്പിടിച്ചു കുഞ്ഞിനെ പോലെ, അതായത് എന്നാണ് അതിന്റെ പേര് പറഞ്ഞത്, കുട്ടൂസനോ. അന്ന് അവൾക്ക് കൊച്ചു കുട്ടികളുടെ, പൊതുവേ അവള് ഈ കൊച്ചു കുട്ടികളുടെ ഒരു പ്രകൃതവും ചിരിയും ആ പൊട്ടി ചിരികളും പലപ്പോഴും അവൾ ഈ ചിരിക്കുന്ന കണ്ടപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ അസുഖം വന്നതിന് ശേഷം ശരണ്യക്ക് മാറ്റം വന്നതാണോ ഈ ചിരി? പക്ഷെ അല്ല, അവള് പൊതുവേ ആ ഒരു ചിരിയാണ്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ അവളൊരു ഇച്ചിരി ചില സമയത്തൊക്കെ ഒരു അബ്നോർമലായ ഒരു അവസ്ഥയിൽ സംസാരിക്കാറുണ്ട്. പക്ഷെ എങ്കിലും ഈ ലാസ്റ്റ് സമയത്തൊക്കെ സംസാരത്തിലൊക്കെ കുറച്ചൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ഒക്കെ ഗിഫ്റ്റ് അയച്ചു കൊടുത്തതാണ്, ഇതൊരു ബർത്ത്ഡേക്ക്. അമ്മ ശരണ്യക്ക് എത്രാമത്തെ വയസ്സിലാണ് ശരണ്യനെ ഇവിടെ നിന്ന് പോകുന്നത്? ശരണ്യ 34ാമത്തെ വയസ്സ്. 34 ഇപ്പൊ പോയിട്ട് 3 വർഷം. അതെ, ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു 37ാമത്തെ വയസ്സ്. എനിക്ക് മോഹൻലാലിന്റെ കൂടെയുള്ള ചോട്ടയും മുമ്പേ ഭയങ്കരമായിട്ട്. മോഹൻലാലിന്റെ കൂടെ ഇതുപോലെ ഇപ്പം മണിയമ്പിള്ള രാജേട്ടനാണ് നമ്മളെ വിളിച്ചത്. അതിന് നമ്മളൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ട്, പ്രദീപ് എന്ന് പറഞ്ഞിട്ട്, ഒരു സീരിയൽ ചെയ്യുന്നത്. പുള്ളി നമ്പർ കൊടുത്തിട്ട് ഇങ്ങനെ ഇവരൊരു കുട്ടിയെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സായി ചേട്ടന്റെ മോളാവണം, മോഹൻലാലിന്റെ അനിയത്തിയാവണം. അപ്പോൾ ഒത്തിരി പിള്ളേരാ. പിന്നെ അൻവർ റഷീദ് പറഞ്ഞൊരു ഡയറക്ടർ, നല്ല ഡയറക്ടറാണ് അൻവർ റഷീദ്, നല്ലൊരു സ്വഭാവമാണ്. അപ്പോൾ ആളെ ഡയറക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ, പിന്നെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ. നമുക്ക് ആകെ നമ്മൾ ശരിക്കും അന്തരം കണ്ണൂർ, എങ്ങോട്ട് താമസം മാറിയിട്ടില്ല, നമ്മളെ നാട്ടുംപുറത്തുകാരാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് സിനിമയിൽ പോകുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് ഞാൻ പറയണ്ടല്ലോ, പറയാതെ തന്നെ അറിയാലോ. അങ്ങനെയുള്ള അവിടെ പോയാൽ അങ്ങനെ ചൂഷണം ചെയ്യും ഇങ്ങനെയെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പം ഞാനില്ലായിരുന്നു, ഞാൻ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം ലൈൻ ഫോണിലാണ് വിളിച്ചത് ഞങ്ങളുടെ വീട്ടിൽ. അത് ഞങ്ങളുടെ വീട്ടിനൊക്കെ ആദ്യം ഇവള് വന്നത് ഒരു മ്യൂസിക് ആൽബത്തിലാണ്. ഞാൻ അത് പറയുമ്പോൾ നമ്മൾ വന്നത് ആദ്യം തൊട്ട് പറയണല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ ഈ മ്യൂസിക് ആൽബങ്ങളുടെ ഒരു കാലം, അങ്ങനെ ഈ തിരുവനന്തപുരത്തുള്ള കുറച്ച് ടീംസ് അവിടെ മ്യൂസിക് ആൽബം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ദൂരദർശനിൽ ഒരു ഗാനാഞ്ജലി എന്നിട്ടൊരു അങ്ങനെ ഒരു മ്യൂസിക് ആൽബം, ഒരു വിനോദ് ലാൽ എന്നിട്ട് ആളെ പിന്നെ കണ്ടിട്ടേ ഇല്ല ഞങ്ങളൊരു ഡയറക്ടർ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു പരിചയത്തിലുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ. അപ്പൊ ആ സ്റ്റുഡിയോയിൽ ആയിട്ട് കൃഷ്ണേട്ടൻ മറ്റേ ആ സ്റ്റുഡിയോക്കാരനും കാനങ്ങാട്, ഇവരുമായിട്ട് ഭയങ്കര കണക്ഷൻ ആണ് ഈ ഡയറക്ടർ. അപ്പൊ ആ സ്റ്റുഡിയോക്കാരനോട് ഇവിടെ ഈ കോറസ് ഒക്കെ അഭിനയിക്കാൻ കുട്ടികൾ വേണമല്ലോ. അപ്പോൾ ശരണ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കോറസ് ഒക്കെ അഭിനയിക്കുക ഒരു കൃഷ്ണൻ്റെ അതേ ഒരു ആൽബത്തിൽ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കുട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം, ടി വിയിലൊക്കെ വരുമല്ലോ, എന്തോ തുള്ളിച്ചാടുമെന്നും പറയണ്ട. പക്ഷെ ഇവള് അതിന് ഒരു കാരണമുണ്ട്, ഇവള് ടി വിയിൽ ഇങ്ങനെ വരുന്നു. കാരണം ചെറുതില് ഞങ്ങൾ താമസിക്കുമ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാഷുണ്ട്, പ്രഭ എന്ന് പറഞ്ഞിട്ട്, പ്രഭ സാറിനെ വിളിക്കല്. ആ പോസ്റ്റ് മാഷ് നമ്മളായിട്ട് നല്ലൊരു അടുപ്പുക. അപ്പോൾ പുള്ളിക്കാരന് ഞാൻ പോസ്റ്റ് ഓഫീസിലൊക്കെ അത്യാവശ്യം പോകുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ടുപോകും. അപ്പോൾ ഇവള് ബോയ്ക്കെട്ടൊക്കെ അടിച്ചിട്ട് കാണാനൊക്കെ നല്ല. അപ്പോൾ ഈ സാറ് ഇങ്ങനെ പോസ്റ്റ് മാഷ് ആണെങ്കിൽ ഒരു കലാ ഉള്ളിലുണ്ട്, ഇയാൾ ഈ അവിടെ ഇല്ല ചെറിയ പ്രോഗ്രാമും ചെറിയ ലോക്കൽ ഏരിയയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ കൊച്ചിനെ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ മോളെ നല്ല ഫേസ് ആണല്ലോ, നല്ല കുട്ടിയാണ്, സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഭാവിയുണ്ട്, ആരെങ്കിലും വിളിച്ചായിരുന്നോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ ഇവൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ പറഞ്ഞു, സാറേ തമാശ പറയല്ലേ, നമ്മളൊക്കെ എവിടെ സിനിമയിൽ അഭിനയിക്കുകയാണ്, നമുക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഇല്ല. അല്ല അങ്ങനെ ആഗ്രഹമൊന്നും കളയട്ടെ കേട്ടോ, ഇവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, ഇവളൊരു കലാകാരി ആവും, ഇവളെ മുഖത്ത് അത് എഴുതി വെച്ചിട്ട് ഈ സാറ് പറഞ്ഞു അത് ഇവൾ ഉള്ളിൽ കിടക്കുകയാണ്, ഈ കൊച്ചിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്, മനസ്സിലായില്ലേ. അങ്ങനെ ഇവള് ജവഹർ നവോദയയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 6ാം ക്ലാസ് തൊട്ട് 5-6 പരീക്ഷ ചെയ്തിട്ട്. അതിൽ പോയി അവിടെ പഠിച്ച് നമുക്ക് പാരൻസ് ഡേക്കൊക്കെ പോയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ദിവസം ഞങ്ങൾ പാരൻസ് ഡേക്ക് പോയിട്ട് അവിടുത്തെ ഇവിടെ ഒരു കണക്ക് ടീച്ചറുണ്ട് ഇല്ലാതാ. അപ്പോൾ ഇല്ലാതെ ടീച്ചർ എന്നോട് ഇവിടെ സീരിയലിൽ വിളിച്ചോ, സിനിമയിൽ വിളിച്ചു? ഞാൻ പറഞ്ഞു ഇല്ല, ആരും വിളിച്ചില്ല. ഇവള് കുട്ടികളോടൊക്കെ പറയാണ് എന്നെ സിനിമയിൽ വിളിച്ചു, സീരിയലിൽ വിളിച്ചു, ചുമ്മാ ഇങ്ങനെ പറയണം. അപ്പൊ അവൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം കിടക്കുകയാണ്, മനസ്സിലായില്ലേ.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ വിളിച്ചപ്പോഴേക്ക് ഈ മ്യൂസിക് ആൽബം ചെയ്യാൻ വിളിച്ചപ്പോഴേക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ആ സന്തോഷം കൊണ്ട് പിന്നെ ഞാൻ രാത്രി തന്നെ പാവാടിയും ബ്ലൗസ്, എൻ്റെ ഒരു സാരി, ഞാൻ അത്യാവശ്യം വീട്ടിലിരുന്ന് തയ്ക്കുമായിരുന്നു, മെഷീനും ഉണ്ട്, സാരി വെട്ടി അവർക്ക് പാവാടിയും ബ്ലൗസൊക്കെ തയ്ച്ച് രാവിലെ മ്യൂസിക് ആൽബം, രാവിലെ പോയി വൈകുന്നേരം വന്നു. ഭയങ്കര അവിടുന്ന് ഫുഡ് കിട്ടുന്നു, നല്ല ഫുഡൊക്കെ കിട്ടുന്നു, ഭയങ്കര സന്തോഷം. പൈസയൊന്നും ഇല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ അഭിനയിക്കാൻ പോയതല്ലേ, നമുക്ക് പൈസ കിട്ടുന്നൊന്നും അറിയില്ലല്ലോ, നമുക്ക് അഭിനയിച്ചാൽ അവൾക്ക് ഇങ്ങനെ ഒരു സന്തോഷം, ഫ്രെയിമിൽ വന്നാൽ മതി, ആ ഒരു സന്തോഷം. അങ്ങനെ പോയി അത് അഭിനയിച്ച് വന്ന് ഇത് ഫോട്ടോ ഇവർ ക്ലിപ്പിങ്സ് ഒക്കെ ഈ സ്റ്റുഡിയോയിലൊക്കെ തിരുവനന്തപുരത്തുള്ള ആളല്ലേ, ഇങ്ങനെ കാണുമല്ലോ, അപ്പോൾ ഈ കുട്ടി കൊള്ളാലോ എന്ന് വെച്ചിട്ട് സ്വന്തമായിട്ടൊരു ആൽബത്തിൽ സിംഗിളായിട്ട് ഒരു നായികയായിട്ട് അവർ തന്നെ പിന്നീട് ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവളെ വിളിച്ചു, ഒരു അമ്മയും മോളും തമ്മിലുള്ള ഒരു ആൽബം. അതും ചെയ്തപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വന്നു, ഇങ്ങനെയൊക്കെ വന്നു, പബ്ലിസിറ്റി അങ്ങനെയൊക്കെയോ ആയി. അങ്ങനെ ഒരു ഫോട്ടോ എന്തോ കണ്ടിട്ടാണ് ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ സീരിയലിലേക്ക് വിളിക്കുന്നത്, ദൂരദർശനിൽ അങ്ങനെയാണ് വരുന്നത് ഞങ്ങൾ. അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ സീരിയൽ എന്നൊന്നും പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റില്ല, കാരണം നമുക്ക് തിരുവനന്തപുരം എന്നൊന്നും പറഞ്ഞാൽ വലിയ ഒരു ദൂരമാണ്, നമുക്കറിയില്ല തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത്. ഇപ്പോൾ ദുബായ് എന്നൊക്കെ പറയും പോലെ കണ്ണൂർ കിടക്കുന്ന ഒരു നാട്ടിൻപുറത്തുള്ള നമുക്ക്, എനിക്കാണെങ്കിൽ അധിക വിദ്യാഭ്യാസമോ പരിഷ്കാരമോ ഇല്ല, അവള് സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഈ വെക്കേഷൻ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ അയ്യോ തിരുവനന്തപുരത്തൊക്കെ വന്ന് ഞങ്ങൾക്ക് അഭിനയിക്കാൻ, പിന്നെ സീരിയൽ എന്ന് പറയുമ്പോൾ പേടി. അപ്പൊ അതിലൊരു JP മണക്കാട് എന്നിട്ട് ആളുടെ പേര്, ആള് വിളിച്ചത് ഇതിന്റെ പ്രൊഡക്ഷനിൽ എന്താ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സീരിയലിലൊക്കെ അഭിനയിക്കാൻ പേടിയാ, സിനിമാ നടന്മാരൊന്നും നല്ലതല്ലല്ലോ, നമുക്ക് ഞാൻ തുറന്നു തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പേടിയാണ് അഭിനയിക്കാൻ വേണ്ടി, ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ ആരെയാണ് കൂട്ടേണ്ടത്, അപ്പൂപ്പനോ അമ്മൂമ്മയോ ആര് വീട്ടിലുണ്ടെങ്കിൽ ആരെ കൂട്ടിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞു നായികയാണ്, ദൂരദർശനിൽ വരുന്ന സീരിയലാണ്, നായികയാണെന്ന് പറഞ്ഞു. അപ്പോൾ നായികയായിട്ട് ഫിക്സ് ചെയ്ത ശരണി നിങ്ങൾ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു. നായിക കുറച്ചൊക്കെ അറിവുണ്ടല്ലോ നമുക്ക്, ആ അറിവ് വെച്ചിട്ട് ചോദിച്ചു. ഇല്ല നമ്മൾ ഇവിടെ വന്നൊന്ന് നോക്ക്, ഓഡിഷൻ പോലെയാണ്, നോക്ക്, എന്തായാലും നിങ്ങൾ 2-3 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോളൂ, നിങ്ങൾക്കൊന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ വരാം. ഞാൻ പോണ്ടെന്ന് പറഞ്ഞു. പോണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവള് ഭയങ്കര ബഹളം, നമുക്ക് അറിയില്ലല്ലോ, ഞാൻ അമ്മയില്ല, അവർക്ക് അറിയില്ല, ഇവള് ഭയങ്കര ബഹളം, പോണം 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 എന്ന് പറഞ്ഞില്ല ബഹളം. അപ്പം ശരി രണ്ടും കൽപ്പിച്ചങ്ങ് വരാം. അപ്പം ഞങ്ങൾക്ക് അറിയില്ലല്ലോ ബാലചന്ദ്ര മേനോനെ, നമ്മൾ ആളെ സിനിമയൊക്കെ കണ്ടിട്ടുള്ള ഒരു ആരാധനയല്ലേ ഉള്ളൂ, നമുക്ക് അവരെ എങ്ങനെയാണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ വന്നു, റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വന്നു. ഞങ്ങൾ ഒരു ജഗതിയിലും അങ്ങോട്ടായിട്ട് ഒരു ഫ്ലാറ്റ്, മേനോ സാറിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു, അവിടെയാണ് നമ്മളെ കൊണ്ടുവന്നത്. ഈ വണ്ടിയിൽ തന്നെ ഞങ്ങൾ വന്ന് പല്ല് പോലും തേച്ചില്ല. ഞങ്ങൾ റെയിൽവേ വണ്ടിയിൽ നിന്ന് തന്നെ ഒരു ഇച്ചിരി ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയിട്ടാണ് ഞങ്ങൾ വരുന്നത്, ടിക്കറ്റ് ഒന്നുമില്ല, കാരണം അന്ന് വിളിച്ച് അന്ന് കയറാനാണ് പറഞ്ഞത്, ഉച്ചക്കാണ്. കാരണം ഇവര് ദൂരദർശനിൽ എയർ ചെയ്യണം സീരിയല്, എയർ ചെയ്യാനുള്ള അപ്രൂവൽ ഇവർക്ക് കിട്ടി. പക്ഷെ 1-2 കുട്ടികളെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവർക്ക് ഒഴിവാക്കേണ്ടി വന്നു, കാരണം ആ ക്യാരക്ടർ നോക്കിയല്ല, അല്ലെങ്കിൽ അവർ അഭിനയിക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കാം, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം അങ്ങനെ ആണ് പെട്ടെന്ന് ഷൂട്ട് നടക്കണം, അതാണ് നമ്മളെ പെട്ടെന്ന് വിളിച്ചത്. അങ്ങനെ പോകുമ്പോഴേക്ക് ബാലചന്ദ്ര മേനോൻ സാറുണ്ട്, ആളുടെ അവരെ കൂടെയുള്ള ആളുടെ ആരോ മാനേജറെ മറ്റൊരു തടിച്ചിട്ടൊരു മനുഷ്യ, പേര് ഞാൻ ഓർക്കുന്നില്ല, അവരുണ്ട്. പിന്നെ സ്വാതി എന്നാണ് ഡയറക്ടറിൻ്റെ പേര്, മുകേഷ് സാറിൻ്റെ ഒരു റിലേഷനോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്കൊരു ഓർമ്മയിൽ സ്വാതി എന്നാണ്. പിന്നെ ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു ക്യാമറാമാനും, ഇവരൊക്കെ അവിടെ നിൽക്കുകയാണ് റെഡി ആയിട്ട് ഞങ്ങളെ കാത്തിട്ട്. എന്തിനാ ഈ കുട്ടീനെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഈ കുട്ടി പിറ്റേന്ന് ഷൂട്ട് ചെയ്യണം, ഈ കുട്ടി ഇതിന് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി. മനസ്സിലായില്ലേ, ആദ്യം ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തണ്ടേ. അങ്ങനെ മേനോ സാറിന് തിരക്ക് എന്തെന്ന് വെച്ചാൽ ഉച്ചക്ക് എവിടെയോ ഒരു കല്യാണം, ഏതോ ഒരു ഇവരെ ബിസിനസ് ഇവരെ സിനിമാക്കാരി ആരുടെ ഒരു കല്യാണമാണ്, ബോംബെയിലോ ബാംഗ്ലൂരോ എവിടെയാണ്, ഞാൻ ഓർക്കുന്നില്ല അത്രയധികം. ആ കല്യാണത്തിന് ഉച്ചക്ക് 1 മണിക്കിൻ്റെ ഫ്ലൈറ്റിന് മേനോ സാറിന് പോകണം. അപ്പൊ കുട്ടി ഓക്കെ ആണെങ്കിൽ അതുകൂടി ഓക്കെ പറഞ്ഞിട്ട് വേണം സാറിന് പോകാൻ വേണ്ടി. ഞങ്ങളോട് ജീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു. ജീൻസ് ഒന്നും അങ്ങനെ ഇടാറില്ല, ഇങ്ങനെയല്ല തപ്പിപ്പിടിച്ച് ഞങ്ങൾ പോയി ഒരു ജീൻസ് വാങ്ങിച്ച് ഇതിനിടാൻ വേണ്ടി. ഇപ്പൊ ഒരു ജീൻസ് അപ്പൊ തന്നെ പോയി പഴയ ജീൻസ് ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെ ഇടാറില്ല ജീൻസ്. ഞങ്ങൾ പോയി മേടിച്ചു. ഒരു മോഡേൺ ഒരു താൻ തോന്നിയായി അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്തൊരു കുട്ടിയായിട്ട് ഉള്ളൊരു ക്യാരക്ടറാണ് നായിക. ആശ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തുന്നത്. അപ്പം മേനോ സാറ് കുട്ടി ഓക്കെ ഒരു നടത്തിക്കൊക്കെ ചെയ്തു, ഡയലോഗൊക്കെ കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഈ കുട്ടി ഓക്കെ പറഞ്ഞ് പിന്നെ പോയി. അപ്പോൾ കോസ്റ്റ്യൂമറെ വിളിച്ച് പിന്നെ ഡ്രസ്സ് എടുക്കാൻ അക്കൗണ്ടൻറ്റിനോട് പറഞ്ഞ് അവിടെ നാസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, പുളിമൂട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവിടെ പോയി അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത്. ഞങ്ങൾ വിചാരിച്ച ഡ്രസ്സൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കുന്നു, പക്ഷെ അതിലെ പേയ്മെൻറ്റ് ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ. 1250 രൂപ പേയ്മെൻറ്റ് ഒരു ദിവസം, അതായത് 1250 രൂപ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് തന്നത്. പിന്നെ ഈ ഡ്രസ്സ് എടുത്ത 10,000 രൂപയൊക്കെ മറ്റേ ഡ്രസ്സ് എടുത്തു. ഈ പൈസയൊക്കെ ഓരോ ഷെഡ്യൂളിൽ പൈസ തരുമ്പോൾ ഇത് കട്ട് ചെയ്യും. ഗൗരി വന്ദനത്തിൽ, ആറ്റുകാൽ ഗൗരി വന്ദനത്തിൽ റൂം തന്നു. പക്ഷെ യാതൊരുവിധ
നെഗറ്റീവും മേനോ സാറിന്റെ മകളാണ്. അതിന്റെ തിരക്കഥ ടി വിയിൽ പേരെഴുതാൻ ലാസ്റ്റ് സ്ഥലം ഉണ്ടാവില്ല, ബാലചന്ദ്ര മേനോൻ, എല്ലാം സാറ് തന്നെ, ഡയറക്ഷൻ മാത്രമേ. നമ്മൾ സാറ് ലൊക്കേഷനിൽ വരുമ്പോൾ പിന്നെ നല്ല പെരുമാറുമൊക്കെ ചെയ്തു സ്നേഹത്തിന്. പക്ഷേ വേറൊരു ഒന്ന് രണ്ട് കോൾ എനിക്ക് വന്നായിരുന്നു കേട്ടോ, പേഴ്സണലായിട്ടുള്ള, ഇപ്പം ഞാൻ പറയാലോ, പേഴ്സണലായിട്ടുള്ള ആൾക്കാർ, ഈ ഫീൽഡിലുള്ളതല്ല, ഇങ്ങനെ കുറച്ച് വിവാദങ്ങളൊക്കെ ഇപ്പം വന്നല്ലോ. അയ്യോ ശരണ്യ ബാലചന്ദ്ര മേനോൻ, അതുകൊണ്ട് കൂടിയാണ് ഞാനിതെടുത്ത് പറഞ്ഞത്. ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ സീരിയലാണല്ലോ അഭിനയിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സീരിയലൊക്കെ ഇങ്ങനെയാണോ? പിന്നെ ഏതോ ഒരു കുട്ടി സീരിയൽ അഭിനയിക്കണമെങ്കിൽ 10-15 പേര്, ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ തന്നെ മടിയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടു. പക്ഷേ ഞങ്ങൾ സീരിയൽ അഭിനയിച്ചിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഉള്ള സത്യസന്ധമായിട്ട് ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ പറയണേ. ശാലു മേനോനാണ് അമ്മ. പിന്നെ ഞങ്ങൾക്ക് ഷൂട്ട് കഴിയും, ഗൗരി വന്ദനത്തിൽ വരും. ചിലപ്പോൾ ലൊക്കേഷന് ഫുഡ് തരും. ഞങ്ങൾക്ക് ഷൂട്ടില്ലാത്ത ദിവസമാണെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ വന്ന് ആ ഗൗരി വന്ദനത്തിൽ വെച്ചേക്കും, ഫുഡ് വെച്ചേക്കും നമുക്ക് നമ്മുടെ റൂമിൻ്റെ പുറത്തൊരു കേരിയർ. ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം. പക്ഷെ അതിന് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല. കിട്ടുന്നത് മുഴുവൻ ഡ്രസ്സ് എടുക്കാനേ ഉള്ളൂ, അതിനെ പൈസയൊന്നും. പക്ഷെ ഒരു സന്തോഷം, സീരിയലിൽ അവൾ ഉണ്ട്, അവൾക്കത് പറയാം, അവൾക്ക് ഭയങ്കര ഇഷ്ടം, മനസ്സിലായില്ലേ? അല്ലാതെ പൈസയായിട്ട് നമുക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഒന്നും അതിൽ നിന്ന് ഉണ്ടായില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ സീരിയൽ അങ്ങ് നിർത്തിപ്പോയി, ദൂരദർശൻ്റെ എന്തോ പ്രശ്നം കൊണ്ട്. ശാലു മേനോനാണ് അമ്മ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിലുണ്ടായിരുന്നു, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയ ഉണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയയ്ക്ക് അന്ന് സിനിമയിൽ എത്തിയിട്ടില്ല. ലക്ഷ്മി പ്രിയയ്ക്ക് അതിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ലൊക്കേഷനിൽ, ചിത്രാഞ്ജലി ആ ഭാഗത്താണ് ലൊക്കേഷൻ. മേനോ സാറ് കോമ്പിനേഷൻ സീൻ ഉണ്ടാകുമ്പോൾ ലൊക്കേഷനിൽ വന്ന് സാറിൻ്റെ സീനിൻ്റെ സമയത്തല്ലേ വരുള്ളൂ. സാറ് പോവും, പിന്നെ അഭിപ്രായങ്ങൾ പറയും, അത്രയല്ലാണ്ട് യാതൊന്നുമില്ല. എന്നിട്ട് പോലും അന്നാണ് ഈ ഒരു ഫോട്ടോ കണ്ടില്ലേ നിങ്ങൾ, മേനോ സാറിന്റെ കൂടെയുള്ള ആ ഒരു ഫോട്ടോ. അപ്പൊ അന്ന് ആ ഫ്ലാറ്റിൽ നിന്ന് അയ്യോ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ, ഇത് ഈ വേഷമായിരുന്നു സാറന്ന് ഇട്ടത്, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് അവൾ ഇട്ട ഡ്രസ്സാണത്. ഇങ്ങനെ തോളിൽ കൈവച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ അവൾക്ക് ആ ഒരു നല്ല മേനോ സാറിന്റെ കൂടെ, നമുക്കറിയില്ല ഇങ്ങനെ ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഉണ്ടാവാം. അങ്ങനെ നമ്മളും കേട്ടിട്ടുണ്ട് പല കാര്യങ്ങൾ, സിനിമയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അനുഭവം ഉള്ളത്, ഞാൻ ആദ്യം തന്നെ വിളിക്കുമ്പോൾ പറഞ്ഞായിരുന്നല്ലോ, സീരിയൽ അഭിനയിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്, സീരിയലൊക്കെ അത്ര നല്ലതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ പറഞ്ഞില്ല. അതിൽ തന്നെ ഞങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അവർ മനസ്സിലാക്കി കാണുമല്ലോ. ഇനി അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും മനസ്സിലാകുന്നില്ലേ. അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇപ്പൊ ശരണ്യക്ക് അസുഖം വന്നതിന് ശേഷം സീമാജി നായരായിട്ട് മേനോൻ സാറ് ബന്ധപ്പെടുകയും ശരണ്യക്ക് ധനസഹായം സാറ് ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് മേനോൻ സാറിന്റെ സീരിയലിൽ അഭിനയിച്ചു. പിന്നീട് ഇങ്ങോട്ട് അതിപ്പോ ഞാൻ കാണിച്ചുതരാം. ബാലേന്ദ്രൻ, ഇത് കണ്ടില്ലേ, ഇതിലേതാ ശരണ്യ? ഇത് നോക്ക്, ഈ ഫോട്ടോ അപ്പം ഞാൻ എടുത്ത് വെച്ചതാണ്. എല്ലാം ഞാൻ അവളുടെ എല്ലാം സൂക്ഷിച്ച് വെക്കും. അപ്പം മേനോൻ സാറ് ഇവൾക്ക് ഈ കുറച്ച് കേളി ഹെയർ പോലെയുണ്ട്, പിന്നെ മുടി ഇച്ചിരി ഉണ്ടുണ്ട്. ഈ ശാലു മേനോൻ സാറ്, ശാലു മേനോന് ചെറിയ പ്രായമല്ലേ, മകളായിട്ടല്ലേ, അപ്പം കുട്ടിത്തെ മുഖത്തുണ്ടെങ്കിലും ഇവൾ ഇച്ചിരി വണ്ണം ഉണ്ട്. അപ്പോൾ കുറച്ച് ഏജ് ഇവരെ മകളായിട്ടാകുമ്പോൾ മേനോ സാറിനായാലും കുറച്ചും കൂടെ ചെറുപ്പമായിരിക്കാനായിരിക്കല്ലേ ഇഷ്ടം, മോള് വലുതാൻ പോകും പറയുന്നത്. അപ്പോൾ ഇവിടെ അനില ജോസഫ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ട്, ഫേമസ് ബ്യൂട്ടീഷ്യൻ. അനില ജോസഫിൻ്റെ ബ്യൂട്ടി പാർലർ സാറ് തന്നെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു. പ്രൊഡക്ഷനിൽ ഗൗരി വന്ദനത്തിൽ വണ്ടി വന്ന് അവിടെ കൊണ്ടുപോയി മുടിയൊക്കെ ഒന്ന് വെട്ടി കുറച്ചുകൂടി ഒരു കുട്ടിത്തം ചെറുപ്പമാവുന്ന രീതിയിൽ അവളെ ആക്കിയെടുത്തു. അപ്പോൾ അനില ജോസഫ് നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ശരണ്യയുടെ. അപ്പോൾ അനില ജോസഫ് ആണ് ഞങ്ങളെ, ആ മേഡമാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, ഇങ്ങനെ ബിജു അനുഗ്രഹ ഞാനിലൊക്കെയുള്ള ബിജു അനുഗ്രഹയുടെ ഒരു ഫോട്ടോഷൂട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി. അങ്ങനെയാണ് ഈ ഫോട്ടോഷൂട്ട് എടുത്തത്. അപ്പോൾ ഈ ഫോട്ടോയാണ് പിന്നെ രശ്മി സോമൻ ANS അന്ന് അവർ പിരിഞ്ഞിട്ടില്ല, അവരൊരു ആണ്, അവർ ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു സീരിയൽ ഏഷ്യാനെറ്റിൽ മന്ത്രകോടി എന്ന് ഹിറ്റ് സീരിയലായിരുന്നു. മന്ത്രകോടി എന്ന സീരിയലിന് ഒരു ആർട്ടിസ്റ്റിനെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രശ്മി സോമൻ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഇതിങ്ങനെ കാണുന്നത്. ബുക്ക് എല്ലായിടത്തും വരുമല്ലോ. അപ്പോൾ ഈ കുട്ടി കൊള്ളാലോ എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ രണ്ടാമത് സീരിയലിലേക്ക് വിളിക്കുന്നത്. ഞാൻ വന്ന വഴിയാണ് പറയുന്നത്. അല്ല സീരിയലെല്ലാം മോശമാണെന്ന് എല്ലാവരും പറയുന്നത്, എല്ലാത്തിലും നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും അല്ലേ. വളരെ കുറച്ച് പേര് ഇതിലൊക്കെ ഉണ്ടാവാം, നല്ല ആൾക്കാർക്ക് കൂടി പേര് ദോഷം വരുന്ന രീതിയിലുള്ള, മനസ്സിലായി. AN നസീറും രശ്മി സോമൻ്റെയും അവരുടെ സീരിയലാണ്. ആ സീരിയലിലാണ് സാറ് ഡയറക്റ്റ് ചെയ്യുന്നത്. മോളെ എന്നല്ലാണ്ട് സാറ് വിളിക്കാറില്ല, ശരണ്യ മോളെ. പക്ഷെ ദേഷ്യമാണ്. പിന്നെ എന്നെ വിളിക്കുന്ന സാറ്റലൈറ്റ്
കാരണം എപ്പോഴും ശരണി എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. ഞാൻ ഈ തള്ളക്കോഴി കൊച്ചും കോഴീനെ കൊണ്ട് നടക്കില്ലേ, അതുപോലെയാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. നമുക്ക് ഈ ഫീൽഡിനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ട അറിവുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എടീന്ന് പറഞ്ഞാൽ പോടാന്ന് പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ടെന്ന് മനസ്സിലായില്ലേ. അതിന്റെ മോളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാ ലൊക്കേഷൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേരുദോഷം വന്നിട്ടുമുണ്ട്. വഴക്കാണ്, അവർ കുറച്ച് പ്രശ്നമാണ്, അങ്ങനെ കുറെ വർക്കുകൾ പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ട് നമ്മളപ്പോൾ പ്രതികരിക്കും. മനസ്സിലായില്ലേ. അല്ലാതെ ഏത് ലൊക്കേഷൻ ഈ ഫീൽഡിൽ മൊത്തം ചോദിച്ചാൽ അറിയാതെ സത്യമാണ്. മനസ്സിലായില്ലേ. അങ്ങനെയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ കണ്ടിട്ട് വിളിച്ചു. മന്ത്രകോടി സീരിയൽ നല്ല ഹിറ്റായിരുന്നു. അതിന് നല്ല ആദ്യം പോസിറ്റീവായി വന്നെങ്കിലും കുറച്ച് 2 നായികമാരാണ്, രശ്മി, ശരണി. കിഷോർ സത്യയാണ് നായകൻ. ഈ ഒരു നായകന്റെ 2 നായികമാരായിട്ട് നല്ല സീരിയലായിരുന്നു ഏഷ്യാനെറ്റിൽ വന്നത്. പിന്നെ ആ സമയത്താണ് ചാക്കോ രണ്ടാമെന്ന് പറയുന്ന മണിച്ചേട്ടന്റെ സിനിമയിൽ ചാക്കോര മണിച്ചേട്ടന്റെ അനിയത്തിയായിട്ട് വിളിക്കുന്നത്. എല്ലാരെ കുറിച്ചും ഞാൻ പറയണം, മണിച്ചേട്ടനെ കുറിച്ചും വിവാദം വന്നു. ഞങ്ങൾക്കുണ്ടായ അനുഭവം പറയണം അല്ലേ. പലരും ഇന്ന് എന്നോട് ആ 2 പേര് വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ കുഞ്ഞിന് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. പക്ഷെ എല്ലാവർക്കും ഞങ്ങളെക്കുറിച്ച് അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് പിന്നെ മണിച്ചേട്ടൻ്റെ സിനിമയിൽ നമ്മൾ അവിടെ സ്റ്റേ ഒന്നും ചെയ്യണ്ട. ആ കോട്ടയത്തെങ്ങാണ്ട് അങ്ങോട്ടെങ്ങടിയാണ്, ചങ്ങനാശ്ശേരി ആ ഭാഗത്തെങ്ങാണ്ടാണ് ഷൂട്ട്. എനിക്ക് ശരിക്കും ഓർക്കുന്നില്ല. അപ്പോൾ റിയാൻ ഹോട്ടലില്ലേ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. എറണാകുളത്താണ് ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ എം സാറിനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ആ സിനിമയിൽ പോയത്. സിനിമയല്ലേ, സീരിയലല്ലല്ലോ. സീരിയലിൽ പോയി കൂടാന്നല്ലേ ഉള്ളൂ. മണിച്ചേട്ടൻ്റെ അനിയത്തിയായിട്ട് ഒരു വേഷം, 2 3 ഒരു ചെറിയ സീൻ വെച്ചാൽ ശ്രദ്ധിക്കപ്പെടുന്ന സീനാണ്. അങ്ങനെ അതിൽ വലിയ പൈസയൊന്നും കിട്ടിയില്ല കേട്ടോ. എനിക്ക് ആ ഒരു 10,000 രൂപയാണ് തന്നത് അവർ. പിന്നെ അന്നേരം ശരണ്യക്ക് ഈ പൈസയല്ല, ഇങ്ങനെ ഒന്ന് ആ സിനിമയിൽ പൈസ ആവശ്യമുണ്ട്, അവർക്ക് പൈസ ആവശ്യമുണ്ട്. പക്ഷെ എന്നാലും സിനിമയിൽ മണിച്ചേട്ടൻ്റെ സിനിമ എന്നെല്ലാം പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമയിൽ പോയി. രാവിലെ പോയി ഞങ്ങൾ അവിടെ വന്ന് കാറിൽ പോയി. പിന്നെ വൈകുന്നേരം ഞങ്ങൾ കൊണ്ടുവിടും. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കാറെടുത്ത് പോയിട്ട് അവർ പൈസ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ കാർ വെയിറ്റ്. അങ്ങനെ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് വിട്ടു. രണ്ടാമത്തെ ദിവസം 2 ദിവസമേ ഉണ്ടായുള്ളൂ. ഒറ്റ ദിവസം ഷൂട്ട് ചെയ്ത് വിട്ടു. പിന്നെ രണ്ടാമത്തെ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു കുറേ സ്റ്റണ്ട് സീനിൻ്റെ ഒക്കെ ഇടയ്ക്ക് ശരണ്യ ഒരാൾ ഉപദ്രവിക്കുന്ന, മണിച്ചേട്ടൻ വന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഒത്തിരി സ്റ്റണ്ട് മാസ്റ്റേഴ്സും ഒക്കെ ആയി. അന്ന് ഷൂട്ട് വെച്ചു. പിന്നെ അന്ന് സീരിയൽ ഷൂട്ടുണ്ട്. അന്ന് ഞങ്ങളെ വിട്ടില്ല, നസീർ സാർ വിട്ടില്ല. സീരിയൽ നല്ല കത്തി അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ആര് ഞങ്ങളെ പോകേണ്ട എപ്പിസോഡ് ഇന്ന് ഷൂട്ട് ചെയ്യുന്ന രീതിയിലാണ് സീരിയൽ പോകുന്നത്. എപ്പോഴും വർക്ക് ചെയ്യണം. അതിൽ ഞങ്ങൾക്ക് 3500 രൂപയാണ് പേയ്മെൻറ്റ് തന്നിരുന്നത്. അതും കൂടെ പറയണമല്ലോ. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കണ്ണിൽ ലെൻസൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു സാർ. അതങ്ങനെ വളരെ ക്യാരക്ടർ സാറ് കൊണ്ടുപോയി എന്ത് ചെയ്തു, എറണാകുളം ലാക്മയുടെ ഒരു പാർലർ ഇപ്പോൾ അവളെ മുടി സ്ട്രെയിറ്റ് ചെയ്യിച്ചു എം നസീർ സാറ്. 2 പേരും മുടി ചെയ്യിപ്പിച്ചു. പാലമെന്ന് വേറെ ഇത് അവളെ ആ ക്യാരക്ടർ ഒരു വില്ലത്തി വരെ. കാരണം പുള്ളിക്കാരി ഒരു മുഖമൊക്കെ ഒരു നാടൻ മുഖമാണല്ലോ. പിന്നെ ഒരു വില്ലൻ മുടിയെല്ലാം സ്ട്രെയിറ്റ് ചെയ്യിച്ച് കണ്ണിൽ ലെൻസൊക്കെ വെച്ചിട്ടായിരുന്നു. നല്ലതായിരുന്നു ആ സീരിയല്, മന്ത്രകോടി സീരിയൽ. എനിക്ക് ഇഷ്ടമായിരുന്നു, അവൾക്കും ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഭയങ്കര അവർ വിളി. കാരണം മണിച്ചേട്ടനൊക്കെ അവിടെ, അപ്പോൾ മണിച്ചേട്ടനൊക്കെ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് ഇതെന്തോ ഒരു ബിസി ആർട്ടിസ്റ്റ്, അപ്പോൾ ആരെയാണ് നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് വിട്ടാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ എല്ലാം സ്റ്റഡിയായി. ഒരു സിനിമയിൽ ഒരു ദിവസം ഷൂട്ട് മുടങ്ങിയാൽ എത്രമാത്രം നഷ്ടമാണല്ലോ. ഇപ്പം ഇവിടുന്ന് ശരണ്യ പോയാലേ ആ സീൻ നടക്കുകയുള്ളൂ. കാരണം കണ്ടിന്യൂഷനാണ്, ആദ്യം ചെയ്തതാണ്. അപ്പോൾ വേറെ ഒരാളെ വെക്കാനും പറ്റില്ല. അപ്പോൾ അവിടെ ഭയങ്കര സെറ്റിൽ ബഹളം. അവിടെ നിന്ന് എല്ലാവരും ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഫോൺ ഓഫാക്കി വെക്കേണ്ട അവസ്ഥ വരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് അനുവാദം ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോൾ എ നസീർ സാറിനെ അവർ ഡയറക്റ്റ് വിളിച്ചു. അപ്പോൾ സാറും രശ്മിയും കാറിൽ വന്ന് ഷൂട്ടിനെ വിളിച്ചൊന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓരോ സെറ്റിലുണ്ടായ അനുഭവം സത്യസന്ധമായിട്ട് പറയാണ്. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ സാറ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ശരണ്യം കൊണ്ട് കക്കൂസിലിരിക്കാൻ പോലും ടോയ്ലറ്റിലിരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. ഇനി അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് മാത്രമേ വിളിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് ഭയങ്കര ബഹളം വെച്ചിട്ട് പാക്കപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. സീരിയൽ പാക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. സാർ അങ്ങനെ ഭയങ്കര ബഹളം വെച്ചു. സീരിയൽ പാക്കപ്പ് ചെയ്തു. ബഹളമല്ല, അത്രേ പറഞ്ഞുള്ളൂ. ഇപ്പം ശരണ്യക്ക് ആകെ വിഷമമായി. ശരണ്യ കയ്യിലുള്ള ഫോൺ അങ്ങ് വലിച്ചെറിഞ്ഞു. അതാണ് പ്രകൃതം. പെട്ടെന്ന് ഇതാവും. ഫോൺ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് അവൾ പോയി കതകടച്ചു, വാതിലടച്ചു. ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ മൊത്തം ഷൂട്ടിംഗ് പാക്കപ്പായി. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ ഫോണൊന്നും എറിയാൻ പാടില്ലായിരുന്നില്ല, നമ്മൾ ചെയ്തൊന്നും തെറ്റാണ്. അപ്പം അങ്ങനെ സാറിനോട് പോയി സോറിയൊക്കെ പറഞ്ഞ് അന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് പിറ്റേന്ന് അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്ത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്തോ പറഞ്ഞൊരു സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസറാണ്. ആ പ്രൊഡ്യൂസറും ഈ സിനിമയുടെ പ്രൊഡ്യൂസറും പരസ്പരം അറിയാം. അപ്പോൾ അവർ ആ പ്രൊഡ്യൂസറെ ഡയറക്റ്റ് വിളിച്ചിട്ട് പിറ്റേന്നേക്ക് ശരണ്യക്ക് അങ്ങോട്ട് പോകാൻ നസീർ സാറായിട്ട് പറഞ്ഞൊന്നുമില്ല. പോയി പിറ്റേന്ന് ഷൂട്ടിംഗ് ബ്രേക്കായി. അപ്പോൾ ആ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അന്ന് തന്നെ രാത്രി തന്നെ റിയാലിലെത്തി. അവിടെ സ്റ്റേ ഒന്നുമില്ല. എത്തി പിറ്റേന്ന് ഷൂട്ടിന് പോയി. പിറ്റേന്ന് ഷൂട്ടിന് പോയപ്പോൾ ഒരു വിഷം കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞുണ്ട്, ഇവരുടെ ഒരു കുഞ്ഞായിട്ട്. അപ്പോൾ ഇത് ശരണ്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഖത്തൊരു മ്ലാനത, ആരും അധികം മിണ്ടുന്നില്ല.
മനസ്സിലായില്ലേ? ആദ്യം ശരണ്യോട് കൂട്ടുള്ളവരാരും ശരണ്യോട് മിണ്ടുന്നില്ല, എന്നോട് മിണ്ടുന്നു. നമ്മൾ അങ്ങോട്ട് പോയി മിണ്ടിയാലും ഇവരാരും ഒരു സഹകരണം ഇല്ലാത്ത പോലെ നമ്മളൊരു ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വന്നു സെറ്റിൽ. അപ്പോൾ ഭയങ്കര വിഷമം. എന്താണ്? അപ്പോൾ ഇവള് ചോദിക്കുന്നുണ്ട്, ആ ഒരു അസോസിയേറ്റ് ഡയറക്ടറിന് ഇവളെ വലിയ കാര്യമാണ്. അപ്പം ഇത് ആർക്കാണ് വിഷം? കണ്ണൻ താമരക്കുളമാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. കണ്ണൻ താമരക്കുള സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട്. കണ്ണന് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇവളെ, നല്ല ഒരു അഭിനയിക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ. ആർക്കാണ് വിഷം? അത് കൊച്ചിന് കൊടുക്കാനാണ്, കൊച്ചിന് അറിയാതെ വിഷം കൊടുത്ത് പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് ഈ ഡൗട്ട് കത്തിയില്ല. അവസാനം ഇവളോട് സീൻ അഭിനയിക്കാൻ പറഞ്ഞപ്പം പാല് കുഞ്ഞിനും കൊടുത്ത് അവളും കുടിക്കുന്നു, നിറയും പതിയൊക്കെ വായന്നു. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി, എന്നെ ഈ സീരിയലിൽ നിന്ന് കട്ട് ചെയ്യാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭയങ്കരമായിട്ട് അവളെ നന്നായി ഇൻവോൾവ് ചെയ്ത ആ സീരിയൽ ഭയങ്കര എപ്പിസോഡായിരുന്നു. അത് ശരിക്കും ഒറിജിനലായിട്ട് അഭിനയിക്കും പോലെ കൊച്ചു അഭിനയിച്ചു. അവൾ ആ സീരിയലിൽ നിന്ന് മരണപ്പെട്ടു. മനസ്സിലായില്ലേ? അങ്ങനെ അവർ കഥ മാറ്റി വേറെ റൂട്ടിലേക്ക് പോയി. പക്ഷെ അധികം പോയില്ല, ഒരു മാസമൊക്കെ പോകുമ്പോൾ സീരിയൽ അങ്ങ് നിർത്തിപ്പോയി. അങ്ങനെ ആ സീരിയൽ ഒരാളെ നമുക്ക് കളയാൻ കൊന്നാൽ മതി. ഒരു കാരണമില്ല, ഈ സിനിമയുടേതാണ്. സിനിമയും സീരിയലും പറഞ്ഞപ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞു വന്ന ഓരോ അനുഭവങ്ങൾ പറയുന്നതാണ്. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോഴേ ഒരു സീരിയലിൽ ഞങ്ങളെ വിളിക്കുന്നത് വീട്രാക്സിൻ്റെ സൂര്യ ടി വിയിലാണ്. പിന്നെ 2 നായികമാരാണ്, ആൻറ്റി ഹീറോയിനാണ്, ഒരു കുറച്ച് നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമാണ്. പിന്നെ നായിക ആരാന്ന് വെച്ചപ്പോൾ ശ്രീകല കണ്ണൂരുള്ള നായിക. ഇവളും നായിക തന്നെ, 2 നായികമാരാണ്. പക്ഷേ ഇതൊരു നെഗറ്റീവുള്ള. ഞാനാണ് ഫോൺ എടുക്കുക, ഫോൺ അവൾ എടുക്കത്തില്ല, കൊടുക്കില്ല. ഞാൻ ഫോൺ ഞാനാണ് എടുക്കുന്നത് ഏത് വർക്കിന് വിളിച്ചാലും. അപ്പം ഞാൻ പറഞ്ഞില്ല, നെഗറ്റീവ് ചെയ്യുന്നില്ല. അതെന്താ, നല്ല കഥാപാത്രമാണ്, വീട്രാക്സ് പോലൊരു ഇതല്ലേ വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അവൾക്ക് നെഗറ്റീവ് ചെയ്താൽ പ്രാക്ക് കിട്ടും, ഒത്തിരി പ്രാക്ക് കിട്ടും, അതുകൊണ്ട് നെഗറ്റീവ് ക്യാരക്ടറിന് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആ സീരിയലാണ് സൂര്യ ടി വിയിൽ കുറച്ച് പുനർജന്മം എന്നുള്ള രീതിയിൽ കുറച്ച് നാൾ പോയി. പിന്നെ അത് അവിടെ ഡ്രോപ്പ് ചെയ്ത് ഏഷ്യാനെറ്റിലിട്ട് മാനസപുത്രി ഹിറ്റായ സീരിയൽ, അതിൽ ഗ്ലോറിയുടെ ക്യാരക്ടറിനെ വിളിച്ചത് അർച്ചന ചെയ്ത്. മനസ്സിലായില്ലേ? പക്ഷെ അപ്പോൾ പിന്നെ അവൾ എന്നോട് പറഞ്ഞു, അമ്മ നല്ല ക്യാരക്ടർ, അമ്മയല്ലേ വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മോളെ ഓരോ നെൽമണി വിരിയുമ്പോഴും അത് ഇന്നാളെ വായി പോകണമെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, അത് നിനക്കുള്ളതല്ല. അതാണ് എനിക്കങ്ങനെ പറയാൻ തോന്നിച്ചത്. പിന്നെ അതുമല്ല, എനിക്ക് മോക്ക് ഒരുപാട് പ്രാക്ക് കിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോളിങ്ങനെ കാണുമ്പോൾ അവരിങ്ങനെ പ്രാവും. അതങ്ങനെ. അതിനുശേഷമാണ് ഡോക്ടർ ജനാർദ്ദനൻ സാറ് രഹസ്യം എന്നുള്ള സീരിയൽ ഭയങ്കര ഹിറ്റായിരുന്നു. രാത്രി 10:30 മണിക്ക് ഏഷ്യാനെറ്റിൽ നല്ല ഹിറ്റായി പോയ സീരിയലാണ് രഹസ്യം. ഡോക്ടർ ജനാർദ്ദൻ സാറിൻ്റെ സീരിയലിൽ നായികയായിട്ട് വിളിച്ചു, അത് അഭിനയിച്ചു. പിന്നെ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യ ടി വിയിലെ അവകാശികൾ, സുരേഷ് ഉണ്ണിത്താൻ സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അത് ആ സീരിയലിൽ നായികയാണ്. അപ്പം അതിൽ ഒരു കോ ആർട്ടിസ്റ്റിന് അതിൽ മെയിൻ ലീഡ് റോൾ ചെയ്യുന്ന ഒരു നായകൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജീൻസ് ഒരു വേഷം ഇട്ടപ്പോൾ ഒരു ഷേപ്പൊക്കെ ആണല്ലോ, ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തോ ഒരു കമൻസ്, ഒരു തമാശക്ക് പുള്ളി പറഞ്ഞതായിരിക്കാം, ഷേപ്പെന്നോ എന്തോ ഒരു കമൻസ് പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നില്ല, ഞാൻ ബാക്കിലല്ലേ. പിന്നെ എന്നെ ഈ സാറ്റലൈറ്റ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഞാൻ വന്ന് നിൽക്കും ഇവളെടുത്ത് എപ്പോഴും. അമ്മ ഫീൽഡിലാവും, അമ്മ എല്ലാവർക്കും ദേഷ്യമാണ് അമ്മയോട്. അമ്മ അവിടെ ഇരിക്കും അമ്മമാരുടെ കൂടെ. അമ്മ എന്തിനാ എന്നെ അവിടെ നിന്ന് ആരെങ്കിലും പിടിച്ച് വിഴുങ്ങോ, ഞാൻ അഭിനയിക്കാനല്ലേ പോകണോട്ട് അവൾ എന്നോട് വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ അവിടെ റൂമിലിരിക്കും. അപ്പോൾ ഒച്ച കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. എന്തോ ഭയങ്കര ബഹളം. സുരേഷ് ഉണ്ണിത്താൻ വലിയ ഫിലിം ഡയറക്ടർ, അതൊന്നും നോക്കിയില്ല. എനിക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, കമൻറ്റ് പറഞ്ഞത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഞങ്ങളുടെ പ്രകൃതം. എവിടെ നോക്കിയാലും നമ്മളതിന് കട്ട് ചെയ്യുന്നൊന്നും ആലോചിക്കില്ല. അപ്പോൾ അവളെ ആ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ സാർ ഞാൻ ഈ പാക്കപ്പ് ഞാൻ അഭിനയിക്കത്തില്ല, എന്താ എനിക്ക് ഇത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, എന്നോട് പറയേണ്ട വാക്കല്ല അതെന്ന് എന്തോ ഒരു പാവം കമൻറ്റ്. അങ്ങനെ ഞാനും വന്ന് അതിലിടപെട്ട് ഭയങ്കര പ്രശ്നമായി ലൊക്കേഷനിൽ. കാരണം അങ്ങനെ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ. പക്ഷെ ആ പറഞ്ഞ വ്യക്തി നടൻ അയ്യോ നാട്ട് അയാളെ മുഖം എനിക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടം വന്നു. കാരണം മോളെ എന്താണ് ഇടി പറഞ്ഞത്, പറഞ്ഞ വിഷയം എന്തോ ഒരു ലേഡീസിനോട് ഒരു കമൻസ് പറയില്ല നമ്മൾ, ആ കൊള്ള കാണുന്നൊരു പെൺപിള്ളേരെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ പറയും. എന്തോ ഒരു നെഗറ്റീവ് ഒരു കമന്റ് പറഞ്ഞു, ദോഷമായിട്ടുള്ളൊരു കമന്റ്. ദോഷമല്ല, അവളെ ഒരു നല്ലൊരു ഭംഗി എന്നുള്ള രീതിയിൽ ആ ജീൻസ് ഇട്ടപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മോശം എന്ന് പറഞ്ഞൊരു നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ലാത്തൊരു കമൻറ്റ്. അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവിടെ നിന്ന് പ്രതികരിച്ചു. അന്ന് സുരേഷ് ഉണ്ണിത്താൻ സാറെ പോലുള്ളൊരു ഡയറക്ടറാണ്. ആ ഡയറക്ടറെ മുന്നിൽ നിന്ന് സാർ അങ്ങനെ അന്തം വിട്ടു. പക്ഷെ അതിൽ പ്രൊഡ്യൂസർ ഒരു അരുൺ എന്ന് പറയുന്നതാണ്. ആ പ്രൊഡ്യൂസർ അതിലുള്ള ലേഡി ആർട്ടിസ്റ്റോട് പറഞ്ഞതാണ് അതാണ് പെണ്ണെന്ന്. അത് മതി ഞങ്ങൾക്ക്, മനസ്സിലായില്ലേ, അതാണ് പെണ്ണെന്ന്. കാരണം കുറ്റം പറഞ്ഞില്ല, കാരണം അങ്ങനെ പ്രതികരിക്കണം ഓരോരുത്തരും, മനസ്സിലായില്ല. അതാ ഞാൻ പറഞ്ഞത്, എടീന്ന് പറഞ്ഞാൽ പോടാന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് വേണ്ടുന്നത് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളോട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ അവകാശികൾ എന്നുള്ള ഇത് കഴിഞ്ഞതിന് ശേഷമാണ് രഹസ്യം ചെയ്യുന്ന സമയത്താണ് മണിയമ്പിള്ള രാജേട്ടൻ ഞങ്ങളെ വിളിക്കുന്നത്. അവകാശികളുടെ കാര്യം പിന്നെ പറയാം. മണിയമ്പിള്ള രാജേട്ടനാണ് ഈ നമ്പർ കൊടുത്തിട്ട് വിളിച്ചപ്പം ശരണി എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു, അമ്മ
ഇത്ര ഡേറ്റ് ഉണ്ട് മോഹൻലാലിൻ്റെ അനിയത്തിയോട്ട്. അയ്യോ ഇങ്ങനെയൊന്നും പറയണ്ട, എന്നെ മോഹൻലാൽ മോളെ ഇത് കള്ളമായിരിക്കും മോളെ, അല്ലമ്മേ മണിയമ്പിള്ള രാജയുടെ ശബ്ദം കേട്ട് എന്നെ വിളിച്ചത്. പക്ഷേ ഈ ലൈൻ ഫോൺ വെച്ചതിൻ്റെ ചുമരിന് ഇങ്ങനെ ഡേറ്റ് എഴുതി വെച്ച്, ഡേറ്റ് കേട്ട 1 മാസമൊക്കെ കാണും, വലിയ നായികയൊക്കെ പോലെ ഇത്രയും ഡേറ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ പറയണേ എൻ്റെ പൊന്നുമോളെ ഇത് എന്തോന്ന് മോളെ, നമുക്ക് ഇത് സത്യം തന്നെയാണ് അമ്മ അഡ്ജസ്റ്റ് എന്നൊക്കെ അവർ പറഞ്ഞു. അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയാൻ നമുക്കറിയാലോ മോളെ, നമുക്ക് വേണ്ട സിനിമ. അവർ കുറച്ച് കഴിഞ്ഞ് അമ്മ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു. ഞാൻ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ സാറേ ഞാൻ ശരണ്യയുടെ അമ്മയാണ്, പിന്നെ പറഞ്ഞു എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സാരമില്ല, ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല സാർ സിനിമയിൽ അഭിനയിക്കാൻ. അയ്യോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല കേട്ടോ, മണിയമ്പിള്ള രാജേട്ടൻ പറഞ്ഞത് സത്യം. പിന്നെ ഞാൻ പറഞ്ഞത് സീരിയലൊക്കെ അഭിനയിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്ന് സിനിമയിൽ അഭിനയിപ്പിച്ച ഡേറ്റിന് ക്ലാഷ് വരും, അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അവർ തരുമോ, ഡേറ്റ് അഡ്ജസ്റ്റ്മെന്റ് തരുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് പ്രശ്നമില്ല. മനസ്സിലായോ? അവരങ്ങനെയാണ് കരുതിയെങ്കിൽ അങ്ങനെ, നമുക്ക് അത്ര കേട്ടാൽ മതി. അവരെന്ത് കരുതിയാലും നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വരാം സാർ അഭിനയിക്കാം. പക്ഷേ പിന്നെ അങ്ങനെ കണ്ണൂരുള്ളൊരു വേറൊരു കുട്ടിയും കൂടി ഉണ്ട്, നിങ്ങൾ 2 അനിയത്തിമാരാണ്, നിങ്ങൾക്ക് നല്ല ഹോട്ടലിൽ റൂം തരാം, നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ, ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആദ്യമേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായില്ല, ആളെങ്ങനെയാളുള്ളാണോ എന്ന് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ചൊന്നും ആര് പറഞ്ഞാലും അങ്ങനെയാണോ എന്ന് അല്ലാന്നും കമൻറ്റ് പറയാൻ ഞാൻ ആളല്ല. കാരണം ഞാൻ ആ പറയുന്ന ആളുടെ കൂടെ എനിക്ക് അനുഭവം ഇല്ലല്ലോ. പറയുന്ന ആളുടെ കൂടെ ഇല്ല, ആരെക്കുറിച്ചാണോ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ കൂടെ എനിക്ക് അനുഭവമില്ല. പിന്നെ ഞാനിങ്ങനെ പറയും. മനസ്സിലായില്ലേ? എന്നോട് വിളിച്ച് ചോദിച്ചതിൻ്റെ മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സീരിയലിലൊക്കെ ഇങ്ങനെയാണോ? പൊതുവേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഡാൻസ് പഠിപ്പിക്കുന്നു, പിന്നെ പാട്ട് പഠിപ്പിക്കുന്നു, എല്ലാവരും ഇൻട്രഷൻ എന്താ? സിനിമയിൽ എല്ലാ അമ്മമാരും അച്ഛന്മാരും ഈ ഇതിലെത്തുക. പിന്നെ കഴിവും സൗന്ദര്യം ഉണ്ടായാൽ മാത്രം പറയാം, അതിനൊരു ഭാഗ്യം കൂടെ വേണം അല്ലേ? എത്രയോ കഴിവും സൗന്ദര്യമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ, എത്രയോ നല്ല പെൺകുട്ടികളുണ്ട്, അറിയപ്പെടാതെ നിൽക്കുന്നു. ഒരു ഭാഗ്യം കൂടി ഇതിൽ വന്നിട്ട് രക്ഷപ്പെടാതെ പോയവരെത്രയുണ്ട്. പിന്നെ ഈ പലരും പറയുന്ന പോലെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായി കൊടുത്ത് അവർ രക്ഷപ്പെടണമെന്നില്ല. അങ്ങനെ ഉണ്ടോ? അവർക്കൊരു ഭാഗ്യം വേണം. പിന്നെ ഞാൻ പറയാം, ഒരു കഥാപാത്രം, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ഒരു ഡയറക്ടറോ ഒരു കഥാപാത്രം, അവരെ മനസ്സിലൊരു ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഒരു ആകാര ഭംഗി ഉണ്ടാവും ഇല്ലേ? അപ്പോൾ അവർ പ്ലാൻ ചെയ്യും, ഇന്നൊരാളെ വിളിക്കാം. അങ്ങനെയല്ലേ ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത്? അല്ല, ആര് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നു നോക്കിയിട്ട് അവർക്ക് വേണ്ടിയാണോ കഥ എഴുതുന്നത്? അല്ലല്ലോ. അതെന്താ മനസ്സിലാക്കാത്തതാരും? എല്ലാവരും വരുന്നത് ഇങ്ങനെയല്ല. ഒരു കഥാപാത്രം നമ്മൾ ചെയ്തത് ഇപ്പം പിന്നെ കറുത്തമുത്ത് ചെയ്തത് പ്രവീൺ സാറ്, മനസ്സിലായില്ലേ? ആളെക്കുറിച്ച് എന്തെങ്കിലും പിന്നെ കുറുപ്പുമാരാരിക്കുളത്തിൻ്റെ ആദ്യം കുറച്ച് ദിവസം ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ ജനാർദ്ദന സാറ്, AM നസീർ സാറ്, ബാലചന്ദ്രൻ, ഇത്രയും ആൾക്കാരുടെ ഈ AM നസീർ സാറോ പിന്നെ ഈ അന്നേരം രശ്മി ആളുടെ വൈഫായിട്ട് അവർ രണ്ടാളും ഒരുമിച്ചാണ് ലൊക്കേഷനിൽ. മനസ്സിലായില്ലേ? ആ ഒരു റെസ്പെക്റ്റോടെ നമ്മൾ ജനാർദ്ദന സാറാണെങ്കിലും എല്ലാവരും നമുക്ക് നല്ല റെസ്പെക്റ്റാണ് തന്നത്. ശരണ്യെ ഒരു നല്ലൊരു ആർട്ടിസ്റ്റായിട്ടാണ് കണ്ടത്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പം ഗണേഷ് കുമാറിൻ്റെ കാര്യം പറഞ്ഞു. ഗണേഷ് കുമാറിൻ്റെ കൂടി അവൾ അഭിനയിച്ചിട്ടുണ്ട്. പ്രസാദ് നൂറനാട് ചെയ്ത ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് എപ്പിസോഡ് ഭാമിനി തോൽക്കാരനിലെന്ന് മറ്റേ ഏഷ്യാനെറ്റിൽ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗണേഷ് കുമാറിന് അപ്പോൾ പരിചയമുണ്ട്. അഭിനയിക്കുമ്പോൾ മാത്രം ആ ലൊക്കേഷനിൽ കാണും, അത്രേ ഉള്ളൂ. അല്ല, നമ്മളെല്ലാവർക്കും അറിയാം, ഞങ്ങളെല്ലാവർക്കും അറിയാം. ഞങ്ങളോട് എന്തെങ്കിലും കളിക്കാൻ ആവശ്യം വന്നാൽ അപ്പോൾ പ്രതികരിക്കുന്നത് നമ്മൾ ആ നിമിഷ സ്പോട്ടിൽ പ്രതികരിക്കും, പിന്നീടേക്ക് വെക്കില്ല. മനസ്സിലായി? അതുകൊണ്ട് സിനിമയെല്ലാം നല്ലതാണ്, സീരിയലെല്ലാം നല്ലതാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നല്ലതുണ്ട്, വളരെ ചെറിയ, എവിടെ ഉണ്ടാവില്ല ചില പുഴുക്കുത്തുകൾ വളരെ. പിന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരു ടെലിഫിലിം എന്ന് പറഞ്ഞിട്ട് എടുക്കും, അല്ലെങ്കിൽ ഒരു സീരിയൽ എന്ന് പറഞ്ഞിട്ട് കുറേ ആർട്ടിസ്റ്റിനൊക്കെ വിളിക്കും, എന്നിട്ട് എന്തൊക്കെയെങ്കിലും അനാവശ്യങ്ങൾ പറയും. എന്നിട്ട് പിന്നെ അല്ലെങ്കിൽ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറ്റം പറയുന്നില്ല, ഇങ്ങനെ വരും, അവരെ വിളിക്കും. എന്നിട്ട് പേപ്പറിൽ വരും, സിനിമാ നടിയെ പിന്നെ അറസ്റ്റ് ചെയ്തു. സിനിമയിൽ ഏത് സിനിമയിലുണ്ട്, ഏത് സീരിയലുണ്ട് നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവരെന്തിനാണ് അവിടെ വന്നത് അറസ്റ്റ് ചെയ്യാന്ന് പോലും നമുക്കറിയത്തില്ല. മനസ്സിലായി? ഇങ്ങനെ കുറേ ചീത്തപ്പേര് സിനിമാക്കാർക്ക് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ ഇങ്ങനെ വരുന്നതൊക്കെ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. ഉണ്ട് എന്നല്ല നമുക്ക് വിചാരിക്കാം. ഞങ്ങളുടെ അനുഭവത്തിലില്ല. എനിക്കൊന്നും കമന്റ് പറയാൻ തയ്യാറാണ്. ഞങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ യാതൊന്നും. കാരണം ഞങ്ങൾ എന്ത് പറയുമ്പോൾ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അങ്ങനെയുള്ള വർക്കുകളെ ഞങ്ങൾ വിളിക്കത്തുള്ളൂ. ശരണ്യ അത്രത്തോളം തൻ്റെ ഇടവായിട്ട് സീരിയലിലാണെങ്കിലും ശരണ്യെ കുറിച്ച് ചോദിച്ചാൽ അറിയാം. ലൊക്കേഷനിൽ എത്ര ലൊക്കേഷനിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാം. എത്ര ലൊക്കേഷനിൽ എന്തെന്നറിയാം. വെറുതെ ഒരു തമാശ പറഞ്ഞാൽ പോലും ഞാൻ എപ്പോഴും ഇങ്ങനെ, എനിക്ക് പേടിയാണ്. ഒന്നാമത് അവളുടെ അച്ഛൻ കൂടെ ഇല്ല.
ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ഞാൻ കൊണ്ടുവരുന്നതാണ്. കാരണം നാളെ എനിക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ല. നാളെ ഒരു കല്യാണാലോചന അവർക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി എങ്ങനെയും ചോദിക്കുമ്പോൾ ഒരു നല്ല പേര് പറയിപ്പിക്കണം, മനസ്സിലായില്ല? പിന്നെ ആരെങ്കിലും നമ്മുടെ മക്കളെ മോശമായിട്ട് ഒരാൾ നോക്കുന്നത് ഏതെങ്കിലും അമ്മമാർക്ക് ഇഷ്ടപ്പെടും? ഏതെങ്കിലും അമ്മമാർക്ക്? ഞാൻ അങ്ങനെയാണ് എൻ്റെ മക്കളെ കൊണ്ട് നടക്കുന്നത്. അതെല്ലാവർക്കും ഈ ഫീൽഡിൽ അറിയാം. പറഞ്ഞിട്ടും പല അവസരങ്ങളും ഞങ്ങൾക്ക് പോയിട്ടുണ്ട്. കാരണം ലൊക്കേഷനിൽ വിളിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനെ ഞങ്ങൾക്ക് കുറേ അവസരങ്ങൾ പോയിട്ടുണ്ട്. അത് ഏത് സെറ്റിൽ ചോദിച്ചാൽ ആരോട് ചോദിച്ചാൽ ഈ ഫീൽഡിൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഗണേഷ് കുമാർ ഞങ്ങളെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് അസുഖം വന്നത്. ഗണേഷ് കുമാർ ഹെൽപ്പ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഗണേഷ് കുമാർ ഞങ്ങളെ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ അഡ്മിറ്റ് ആവേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ അസുഖത്തെക്കുറിച്ച് മാഡം ഭാമിനി മാഡം അന്ന് ഡിവോഴ്സ് ആയിട്ടില്ല, വൈഫിന് ഞങ്ങൾ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്ത് മാഡത്തിന്റെ കെയർ ഓഫിൽ ശ്രീചിത്രയിൽ ഒരു ഡോക്ടർ ഞങ്ങൾ പോയിട്ട് കണ്ടു. അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്. ഇത് നന്നായിട്ട് സാമ്പത്തിക സഹായം ചെയ്തിട്ടില്ല ആള്. നല്ല സീരിയൽ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന സമയത്താണ് പറഞ്ഞതുപോലെ അവള് ഇപ്പൊ അവകാശികൾ എന്ന് പറഞ്ഞ സീരിയലിന്റെ ഒരു ക്ലിപ്പിംഗ്സ് രാധിക ശരത് കുമാർ തമിഴില് അവര് കണ്ടിട്ട് ഈ കുട്ടിയെ തന്നെ ആ കഥാപാത്രത്തിന് വേണം തെലുങ്ക് സീരിയൽ സ്വാതി എന്ന് പറഞ്ഞൊരു സീരിയൽ ഹൈദരാബാദിൽ, അതിലാണ് ഞങ്ങൾ നല്ല പേയ്മെന്റ് ഇട്ട് തെലുങ്ക് സീരിയൽ നായികയായിട്ട് സ്വാതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് കോസ്റ്റ്യൂം എടുക്കേണ്ട, രണ്ടുപേരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഞങ്ങൾ ചെന്നൈയിലേക്ക് വിളിക്കുന്ന പ്രൊമോ ഷൂട്ട് ചെയ്യാനാണ്. അല്ലെങ്കിൽ കുട്ടി ഓക്കെ ആയി ഇതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് പ്രൊമോ കണ്ടിട്ട് ഇതിന്റെ അവകാശികൾ സീരിയലിന്റെ അവരുടെ സീരിയലിലെ നായികയായി തെലുങ്കിൽ അഭിനയിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് തലവേദന വരുന്നത്. ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടു, അവളൊരു കാർ വാങ്ങിച്ചു, മനസ്സിലായില്ലേ? കാരണം നല്ല പേയ്മെൻ്റ് ഒക്കെ കിട്ടി തുടങ്ങി, കാറ് മേടിച്ചു. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ തലവേദന വന്നപ്പോൾ അവിടെ നിന്ന് തന്നെ ലൊക്കേഷൻ 1-2 പ്രാവശ്യം ആശുപത്രി കൊണ്ടു. അപ്പോൾ വരുമ്പോൾ ഡയറക്ടർ പറഞ്ഞു ശരണ്യ പോയിട്ട് മൈഗ്രെയിൻ ആയിരിക്കും, നല്ലൊരു ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നിട്ട് കിംസിൽ പോയി ഒരു മനോരമ എന്ന് പറയുന്ന ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. മാഡം ആണെങ്കിൽ ഈ സീരിയലൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു ഫാനാണ്, രഹസ്യം സ്ഥിരമായി കാണുന്നതാണ്. മാഡം വെച്ചിട്ട് വണ്ണം കുറക്കണം എന്നൊക്കെ പറഞ്ഞ് മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് 3 മാസം കഴിക്കാൻ വളരെ മെയിനായിട്ടായിട്ടുള്ള ഗുളിക കൊടുത്തു, മനസ്സിലായി? അപ്പോൾ ആദ്യം കുറച്ച് നാൾ ഗുളിക കഴിക്കുമ്പോൾ ശരിയായി. പിന്നെ രണ്ടാമത് ഹൈദരാബാദിൽ ഷൂട്ടിന് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ നല്ല തലവേദന. അപ്പോൾ കുറച്ച് സാരി ഞങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടി ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു ഡ്രൈവറോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ കാറ് മേടിച്ചല്ലോ, അപ്പോൾ ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. പോകുമ്പം പറഞ്ഞു മോനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ ഇവള് ബഹളം വെക്കുന്നു, അമ്മ ഹോസ്പിറ്റലിൽ പോയി അവർ വെറുതെ സ്കാൻ ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറയും. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, നമുക്ക് ഞാൻ വേണമെന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാം, നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് അടുത്ത ആഴ്ച ഷൂട്ടിന് പോകേണ്ടതല്ലേ, അപ്പോൾ ഒന്ന് കാണിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ ഡോക്ടർ കണ്ണിലേക്ക് എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ പറഞ്ഞു കണ്ണിൻ്റെ ഡോക്ടറെയും കൂടി ഒന്ന് അവിടെ എന്നെ റെഫർ ചെയ്തു ഹോസ്പിറ്റലിൽ. അനന്തപുരിയിലാണ് കാണിച്ചത്. കണ്ണിൻ്റെ ഡോക്ടറെയും കൂടെ കാണിച്ചപ്പോൾ അവർക്ക് എന്തോ ഒരു സംതിങ് റോങ്. അങ്ങനെ അവിടെ നിന്ന് CT എടുത്തപ്പോൾ ഒരു ചെറിയൊരു ഷാഡോ ഉണ്ട്, നിങ്ങൾ MRI എടുക്കണം. അവിടെ MRI എപ്പോഴുണ്ടായിരുന്നില്ല, ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ലേ. അപ്പം ഞങ്ങളെ മെട്രോയിലേക്ക് MRI എടുക്കാൻ രാത്രി തന്നെ പോയി. MRI എടുത്തപ്പം തലയിൽ ഗ്രോത്താണ്, ഡു ഓർ ഡൈ. അതായിരുന്നു ഡോക്ടർമാരുടെ ഒരു തീരുമാനം, മനസ്സിലായില്ലേ? കാരണം അത്രയും അങ്ങനെ ഒരു ഇതായിരുന്നു. ആ സമയത്ത് ഗണേഷ് കുമാർ നമ്മളെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ആത്മയിൽ എല്ലാവരും വന്നു, സംഘടന വന്നു. സീമാജി നായർ ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല. സീമാജി നായരെ മുൻ കണക്ഷനേ ഞങ്ങൾക്കില്ല, യാതൊരു സംഘടനയായിരുന്നു ആത്മീന്ന് സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മയാണെന്ന് തോന്നുന്നു അല്ലെ KB ഗണേഷ് കുമാർ? ആത്മീയരുണ്ട്, KB ഗണേഷ് അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കാം. പിന്നെ സിനിമാ മന്ത്രിയോ ആണല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന് ഗണേഷ് കുമാർ എൻ്റെ മോളുടെ ഇങ്ങനെ സർജറി ചെയ്ത് കിടക്കുകയായിരുന്നു, തലയിൽ കെട്ടി സർജറിയും ചെയ്തു അറിഞ്ഞപ്പോ തന്നെ. അത് ഓഗസ്റ്റ് 24 ഡയഗ്നോസിസ് ചെയ്യുന്നു, 25 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, 29 ഓഗസ്റ്റ് 29 ഓണം, ഓഗസ്റ്റ് 29 ഓണം, ഓഗസ്റ്റ് 30 സർജറി. കാരണം നമ്മൾ പെട്ടെന്നാണ് ഈ ന്യൂസ് ചാനലിലെ വർക്ക് ചെയ്യുന്നത്, പെട്ടെന്നാണ് ശരണ്യക്ക് ഇന്നപോലെ ക്യാൻസർ ഓപ്പറേഷൻ കഴിഞ്ഞു അറിയുന്നത്. ഞങ്ങൾ എന്ന് വെച്ചാൽ വളരെ സാധാരണയായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന കലാപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്നതാവാൻ യോഗം ഉണ്ടെന്ന് നമ്മളെ തലയിൽ എഴുതി നമ്മളാവും. ഒരിക്കലും ഒരു സീരിയലിലോ സിനിമയിലോ അഭിനയിക്കും, ഇങ്ങനെ ഒരു കലാകാരി ആവുന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഞങ്ങൾക്കില്ല. അങ്ങനെ അവൾ അതിനുവേണ്ടി ഒരു ഡാൻസ് പ്രത്യേകം പഠിപ്പിക്കുകയോ ഒന്നുമില്ല. പക്ഷേ എന്നിട്ടും അവളിവിടെ എത്തിയത് എന്താ, അവൾക്ക് ആ ഒരു യോഗം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് യോഗം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്തുള്ളൂ. പിന്നെ നമ്മൾ എന്തോ അപ്പാപ്പ പ്രതികരിക്കുക, എന്ത് കാര്യത്തിന് നമ്മൾ അപ്പോഴും പ്രതികരിക്കുക അല്ലേ? ഇപ്പം നമ്മൾ അങ്ങനെ പ്രതികരിച്ചത് കൊണ്ടും നമ്മൾ അത്തരക്കാരല്ലാന്ന് ഇപ്പോൾ ഒരാളോട് ചോദിക്കും, ഇപ്പോൾ ഒരു അഭിപ്രായം ചോദിക്കില്ല, ആ കുട്ടി എങ്ങനെ, അയ്യോ ആ കുട്ടിയെ ഫോൺ വിളിച്ചാൽ പോലും അതിൻ്റെ അമ്മ ഫോൺ എടുക്കുന്നത്, അതിന് ഫോൺ വിളിച്ചാൽ പോലും അതിൻ്റെ അമ്മ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ, മനസ്സിലായ? എനിക്കതിൽ സന്തോഷമാണ്, എന്നെ കുറ്റം പറഞ്ഞോട്ടെ, എന്നാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, നല്ലതല്ലേ പറയുന്നുള്ളൂ. ഗണേഷ് കുമാർ അന്ന് മന്ത്രിയായിരിക്കുന്ന സമയത്ത് വീട്ടിൽ കാണാൻ വന്നിരുന്നു, അവരുടെ ആ ഒഫീഷ്യലായിട്ട്.
പോലീസ് വണ്ടിയും ഒക്കെ കൂടി കാണാൻ വന്നപ്പോൾ മോളെ ഇങ്ങനെ അടുത്തിരുന്നിട്ട് മോള് ബെഡിൽ കിടക്കുകയാണ്, നീ എത്ര നല്ലതാണെന്ന്. ആ ഒരു ഗണേഷ് കുമാർ എന്തോ അത് നമുക്കറിയില്ല, നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ആ വാക്ക് ആളെ വായിന്ന് വീണല്ലോ. മനസ്സിലായില്ലേ? അത് എത്രമാത്രം അർത്ഥത്തോടു കൂടിയാണ് പറഞ്ഞത്, നീ എത്ര നല്ലതാണെന്ന്. ഞങ്ങൾക്ക് ആ ഒരു അതൊക്കെയാണ് ഞങ്ങളൊരു അവാർഡ് എന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് അത് മാത്രം മതി. എൻ്റെ മോളെക്കുറിച്ച് ആരും ഒരു മോശം പറയാനുള്ളടാ ഞാൻ ആക്കിയിട്ടില്ല. ഞാൻ അങ്ങനെയാണ് അവളെ കൊണ്ടു നടന്നത്. എനിക്കത് നിർബന്ധമായിരുന്നു. അത് കല്യാണാലോചന വന്നപ്പോഴും, കാരണം ഒരു ബ്രെയിൻ ട്യൂമർ വന്ന് കീമോ ഒക്കെ ചെയ്ത് തലയിലെ മുടിയൊക്കെ പോയിരിക്കുമ്പോൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ടാണ് ആ മോൻ കല്യാണാലോചനയായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഫീൽഡുമായി ബന്ധമുള്ളവരാണ്, ഡാൻസും കലയൊക്കെ ആയിട്ട്. പലരോടും അന്വേഷിച്ചു ആ കുട്ടി, എല്ലാവരും ഒരേ തരത്തിൽ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരാലോചിച്ച് കല്യാണം കഴിഞ്ഞു. പിന്നെ എല്ലാം വിധിയാണ് അല്ലേ, എല്ലാത്തിനും ഒരു വിധി ഉണ്ടല്ലോ. അപ്പോൾ അത് ക്രമേണ ഇങ്ങനെ തുടരെ അസുഖം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അത് ഓരോ ഡിവോഴ്സിലേക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി അതിങ്ങനെ സംസാരിക്കണം. അല്ല, കാരണം നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യം. കാരണം എനിക്കെന്നും ആ ഫാമിലിയോട് നന്ദിയേ ഉള്ളൂ. അത് ഞാനൊരു ഇൻ്റർവ്യൂവിൽ ശരണ്യയുടെ ഈ അസുഖം അറിഞ്ഞിട്ടും അവർക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറായ ആ കുടുംബത്തോട് എനിക്ക് നന്ദിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഒത്തിരി പേര് വിമർശിച്ചിരുന്നു. കാരണം അമ്മ എന്തിനാ ഡിവോഴ്സ് ആയ ഒരാളെ കുറിച്ച് അങ്ങനെ പറയും. നമ്മൾ ആ ഡിവോഴ്സ് മാത്രമല്ലല്ലോ ഓർക്കണ്ടേ, നമുക്ക് നന്മ ചെയ്തതെന്ന് നമ്മൾ ഓർക്കണ്ടേ. കാരണം അങ്ങനെ ഒരു കുട്ടിയെ ഒരു 3 വർഷമെങ്കിലും ഹാപ്പിയായ, കുറച്ചെങ്കിലും ഒരു ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവൾക്കൊരു മെന്റൽ സപ്പോർട്ടൊന്നും ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ അവൾ കുറച്ചെങ്കിലും സന്തോഷിച്ച് കാണുമല്ലോ. അപ്പൊ അതിന് അവരോട് നന്ദി പറയണ്ടേ അല്ലേ? പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വിധി. പിന്നീടാണല്ലേ സീമ ചേച്ചി വരുന്നത്? സീമ വന്നത് ആദ്യമാണ്. അതിന് നമ്മൾ പറയാൻ ആ വിഷയം മാറിപ്പോയി. വേറെ സിനിമയിലും സീരിയലും അഭിനയിച്ചതും പിന്നെ എന്നോട് 1-2 പേര് വിളിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ബാലചന്ദ്ര മേനോന്റെ കാര്യം ഇത്രയും പറഞ്ഞത്. സീരിയലൊക്കെ കാരണം അവരുടെയൊക്കെ ധാരണ, പലരും നാട്ടും പുറത്തൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു എപ്പിസോഡിൽ പറ്റുമോയെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞത് കൂടിപ്പോയോന്നും അറിയില്ല. ഈ നാട്ടും പുറത്തൊക്കെ നമ്മൾ സിനിമയിലെ സീരിയലിലൊക്കെ അഭിനയിക്കാൻ പോകുന്നവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ളൊരു പൊതുവേ ഒരു ടോക്ക് ഉണ്ടല്ലോ. നമ്മളത് കേട്ട് മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ഒരു വിവാദങ്ങൾ കൂടെ വരുമ്പോൾ അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചു, ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളൂ, എല്ലാം അങ്ങനെയല്ല. നമ്മൾ നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്, എത്രയോ നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. പക്ഷെ പിന്നെ ഞങ്ങൾ ചെയ്ത ഭാവചിത്ര ജയകുമാർ സാറിന്റെ സീരിയലാണ് ഇവിടെ ചന്ദനമഴ കുങ്കുമപ്പൂവിന്റെ ഡയറക്ടറാണ്. അപ്പോൾ സാറിങ്ങനെ രണ്ടാമത് സർജറി ചെയ്തു, ഓപ്പറേഷൻ ചെയ്തു, ഒരു ഭാഗത്തുനിന്ന് മുടിയെടുത്തത്, പിന്നെ അവളിതിങ്ങനെ കവർ ചെയ്തിടും. അപ്പോൾ ശരണ്യക്ക് അഭിനയിക്കാറായോ എന്ന് ചോദിച്ചിട്ട് സാറ് വിളിച്ച് നല്ല പേയ്മെന്റ് തന്നു. തമിഴില് പിന്നെ ദൈവം തന്ന വീട് സീരിയൽ അഭിനയിച്ചു, നല്ല ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് 3ാമത് ട്യൂമർ വരുന്നത്. മനസ്സിലായില്ലേ? അല്ല, അതേ ഒരേ സ്ഥലത്ത് 3ാമത് വന്ന് ഞങ്ങൾ ആ ഷെഡ്യൂൾ ഇങ്ങോട്ട് വരുമ്പോൾ ഷെഡ്യൂൾ ഡയറക്ടർ പറഞ്ഞു, ശരണ്യ 14-ാം തീയതി ഷൂട്ടാണ്, പിന്നെ ആശുപത്രി ഒന്നും പറയില്ലല്ലോ, ഇത്ര ദിവസത്തെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്ലൈറ്റിന് വന്ന് ഇവിടെ ഇറങ്ങി. അതും ഒരു എല്ലാം ഓണ സമയത്താണ്. ഒന്നിക്ക് ഓണത്തിന് ഒരാഴ്ച മുന്നേ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് അവർക്ക് ഈ റെക്കറന്റ് വന്ന് സർജറി ചെയ്യുന്നത്. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഓണം അത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഓണം എന്ന് പറഞ്ഞത് മാവേലി വന്ന് പോകുന്നത് മാത്രമല്ലല്ലോ, നമുക്ക് എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനം അല്ലേ? ഞാൻ പറഞ്ഞു വിഷയം മാറിപ്പോണ്. എവിടെ ആർക്കാണ് ഇപ്പൊ ശാന്തി സമാധാനം? അയ്യോ ഓർക്കാൻ പോലും വയ്യേ അല്ലേ? ആർക്കാണ് ശാന്തി ഉള്ളത്, സമാധാനം ഉള്ളത്? ആർക്കും ഇല്ല. എവിടെ നോക്കിയാലും വ്യക്തി വൈരാഗ്യം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലേ? അങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു സമാധാനം ഇല്ല. അപ്പൊ ഈ 3ാമത്തേതും കൂടെ വന്നപ്പോ പിന്നെ ഡോക്ടർ എന്ത് പറഞ്ഞു? 3ാമത്തേതും വന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, റേഡിയേഷൻ ചെയ്തു, കീമോ ചെയ്തു, എല്ലാം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത് അല്ല, 2ാമത്തെ പ്രാവശ്യം വന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സീരിയലിൽ വിളിച്ചത്. എവിടെ? തമിഴില്. അങ്ങനെ ആ സീരിയല് കഴിയുന്നിടം വരെ ആ സീരിയല് അതിന് പകരമാണ് മേഘന വിൻസെന്റിനെ അവിടെ റീപ്ലേസ് ചെയ്തത്. ദൈവം തന്ന വീടില് മേഘന വിൻസെന്റ് ഇല്ലേ? അപ്പോൾ അവിടെ റീപ്ലേസ് ശരണ്യക്ക് പകരം ആ കഥാപാത്രം ആ കുട്ടി അഭിനയിച്ചു. ആ സീരിയൽ ഹിറ്റായി ഒത്തിരി പോയി. പിന്നെ അതാണ് ഇവിടെ ചന്ദനമഴ, അതിന്റെ റീമേക്ക്. ആ സീരിയലാണ് ഇവിടെ ചന്ദനമഴ, അവിടെ ദൈവം തന്ന വീട്. ആ ചന്ദനമഴയിലേക്ക് ആ കുട്ടി ഇവിടെ അഭിനയിച്ചു. ശരണ്യാണ് ആ കഥാപാത്രം ആദ്യം ഇവിടെ ചെയ്തത്. അവക്കിങ്ങനെ വന്നതുകൊണ്ട് അവിടെ റീപ്ലേസ് ചെയ്തതാണ്. പക്ഷേ അതിൽ പറയാനുള്ളത്, ഞാൻ ഓരോരുത്തരെയും നന്മ പറയാനുള്ളത്, ആ പ്രൊഡ്യൂസർ ജയകുമാർ സാറ്, ഭാവചിത്ര ജയകുമാർ സാറ് ആ സീരിയൽ കഴിയുന്നിടം വരെ ഒരു എപ്പിസോഡിന് 600 രൂപ വെച്ചിട്ട് ഒരു മാസം 2 മാസം കൂടുമ്പോൾ, നമ്മൾ ചിലപ്പോൾ വളരെ നിൽക്കുന്ന സമയമായിരിക്കും. അക്കൗണ്ടൻ്റ് ഒരു പണിക്കർ സാറ് വിളിക്കും, ശരണ്യ വീട്ടിലുണ്ടോ, അങ്ങോട്ട് ഡ്രൈവർ അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു കവർ തന്നിട്ട് പോകും, ചെക്ക് 21,000 42,000 ഇങ്ങനെ ആ
വെച്ചിട്ട് കൂട്ടി അതിൻ്റെ TDS കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്നരും. ഒരുപാട് ആ സീരിയൽ തീരുന്നവരെ ഞങ്ങൾക്ക് കൊണ്ട് അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുക. അതെന്തുകൊണ്ടാണ്? ഇവളിലെ നന്മ കണ്ടതുകൊണ്ടാണ്. മനസ്സിലായി? നമ്മളൊരു അഴുക്ക് പിടിച്ച് നടക്കുന്ന മോശം ഒരു രീതിയിൽ പോകുന്നതാണെങ്കിൽ അങ്ങനെയൊന്നും ആരെയും സപ്പോർട്ട് ഉണ്ടാവില്ല. ആ സമയത്തുള്ളൊരു സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവളങ്ങനെയാണ്, ഇങ്ങനെയല്ലേ സാധാരണ എല്ലാ ഫീൽഡിലും അങ്ങനെയാണ്. ഇത് ഈ ഫീൽഡിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും അങ്ങനെയാണ്. ഒരാണും പെണ്ണും തമ്മിൽ പരസ്പര ഇഷ്ടം കൊണ്ടോ അല്ലാതെ ഒരു നിവൃത്തികേട് കൊണ്ടോ ഒരു സ്ത്രീ ഒരു പക്ഷേ വയറ്റുപിഴപ്പിന് വേണ്ടിയൊക്കെ അല്ലേ അതിന് വേറെ പേര് വിടും ആൾക്കാർ, വല്ല രീതിയിലൊക്കെ പോകുന്ന സ്ത്രീകളുണ്ട്. അതിൽ സ്ത്രീകൾക്കാണ് കുറ്റം. സ്ത്രീകളെ വഴിപഴക്കുന്നുള്ളൂ, പുരുഷൻ വഴിപഴക്കുന്നില്ല. അവിടെ സ്ത്രീകൾ അവരുടെ നിവൃത്തി കൊണ്ടുണ്ടായിരിക്കും. ഈ പുരുഷന്മാരെന്തിനു പോകണം? അവർക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, വളരെ രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും. അവർ വഴിപഴക്കുന്നില്ല. സ്ത്രീകൾ മാത്രം വഴിപഴച്ചു പോകും അല്ലേ? അതാണ് എവിടെയും സ്ത്രീകൾക്കുള്ളൊരു പ്രശ്നം. അപ്പം നമ്മൾ സൂക്ഷിക്കുക. നമുക്ക് എപ്പോഴും നമ്മൾ സ്ത്രീകൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ നമുക്കിതുപോലെ ഒരു ബുദ്ധിമുട്ടും വരില്ല. ആരെയാണ് ഞാൻ കുറ്റം പറയേണ്ടത്? ഭാവചിത്ര ജയകുമാർ സാറിനെയാണോ? ഡോക്ടർ എസ് ജനാർദ്ദന സാറിനെയാണോ? പ്രവീൺ സാറിനെയാണോ? എൻ നസീർ സാറിനെയാണോ? ഇവരുടെയൊക്കെ സീരിയലേ ശരണ്യ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എല്ലാ സീരിയലും എല്ലാ സിനിമാക്കാരും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എത്രയോ നല്ല പേരുണ്ട്. അതിൽ കെട്ടവരും ഉണ്ടാവാം, കെട്ടവരും ഉണ്ടാവാന്നല്ല, ഉണ്ടെന്ന് തന്നെ പറയാം ഇല്ലേ? നമ്മളോടും പലരൊക്കെ പറയാറുണ്ട്, ചില വർക്കിനൊക്കെ വിളിക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് താല്പര്യമില്ല, പിന്നീട് വിളിക്കില്ല. പക്ഷെ പിന്നീട് അവരെപ്പോഴെങ്കിലും കാണുമ്പോൾ എന്ത് റെസ്പെക്റ്റ് ആണെന്ന് അറിയാമോ? അതേ ആൾക്കാരെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ദേഷ്യത്തിലൊന്നും പെരുമാറില്ല. ഒരു നല്ലൊരമ്മ, നല്ലൊരു അല്ലേ, അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ എല്ലാവരും. തീർച്ചയായിട്ടും സീമ 2012 ഈ സർജറി, ശരണ്യക്ക് ഫസ്റ്റ് സർജറി കഴിഞ്ഞ സമയത്ത് പുള്ളിക്കാരി നാട്ടിലില്ലെന്ന് തോന്നുന്നു, എവിടെയോ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തെവിടെയോ ആയിരുന്നെന്ന് തോന്നും. അപ്പോൾ ആണ് ഇത് ഞാൻ പറയാം, സീമ ആദ്യമായിട്ട് ഇത് അറിഞ്ഞിട്ട് അതിന് മുന്നേ ഒരു പരിചയമുള്ളതാ ഈ ബൊമ്മ, ഈ ടോയ് ശരണ്യക്ക് കൊണ്ടു കൊടുത്തത്. ഇതിലൊരു ഐലവൊക്കെ ഉണ്ടായിരുന്നു. ഇതും പിടിച്ചിട്ടാണ് സീമ വന്നത്. സീമ വന്നു, സീമയുടെ ഒരു കൂട്ടുകാരിയും കൂടെ വന്നു, ശരണ്യോട് ഇരുന്ന് ഒത്തിരി സംസാരിച്ചു. പോവാ സമയത്ത് പറഞ്ഞു, ചേച്ചി ശരണ്യയുടെ അച്ഛനൊക്കെ നല്ല ഇതിലാണല്ലോ, സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെ? അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സീമ അച്ഛൻ സെപ്പറേറ്റഡ് ആണ്. അത് ആ ഫീൽഡിൽ അധികം ആൾക്കാർക്കും അറിയത്തില്ല, ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ പറയത്തില്ല അച്ഛൻ ദുബായിലാണെന്ന്, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, അച്ഛൻ ദുബായിലാണെന്നാണ് അവൾ പറയുക. പിന്നെ ആരെങ്കിലും ഈ ഗിഫ്റ്റൊക്കെ നമുക്ക് ഇങ്ങനെ തരുമല്ലോ, അപ്പോൾ അതൊക്കെ ലൊക്കേഷനിൽ കൊണ്ടു കൊടുത്തു പറയും, ഇത് എൻ്റെ അച്ഛൻ കൊണ്ടുവന്നെയാണ്, അച്ഛനെ ഇങ്ങനെയൊക്കെ പറയും കൊച്ച്. ഞാൻ പറയും ഇതെൻ്റെ അമ്മ ഇരിക്കട്ടെ ഒരു പൊങ്ങൽ, കാരണം നമ്മൾ അച്ഛൻ ദുബായിലാണെന്നൊക്കെ അവരറിയട്ടെ. മനസ്സിലായില്ല, പറയില്ല. ഇല്ലായ്മ പറയുന്നത് ഇഷ്ടമല്ല. അവളെ കണ്ടാലും ഇല്ലായ്മ, നമ്മൾ ലൊക്കേഷനിലൊക്കെ പോകുന്നതാണ്ടാലും ഒരു ഇല്ലായ്മ പോലെ പോകത്തില്ല. നമ്മൾ ആ നിസ്സഹായാവസ്ഥയെ ആരും ചൂഷണം ചെയ്യണ്ടെന്നുള്ളൊരു ഇത് കൂടി ഇൻഡക്ഷൻ കൂടി നമുക്കുണ്ട്. മനസ്സിലായില്ല, അതുകൂടി ഉണ്ട്. അപ്പോൾ സീമയോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ സീമ നമ്മളിടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ നമ്മൾ പറയാതെ തന്നെ, നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ പുള്ളിക്കാരിയുടെ വരുമാനത്തിൻ്റെ ഒരു 10,000 രൂപ, ഒരു 5,000 രൂപ ഒക്കെ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ടിൽ ഇട്ട് തരും. സീമ എന്തിനാ നമുക്ക് പൈസ എടുത്ത്? ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അത്രയും ഒരു നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമ. നമുക്കത് വർണ്ണിക്കാൻ പറ്റത്തില്ല, എങ്ങനെയാണെന്ന് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ഒരാളോടും വാക്കുകൊണ്ട് ഞാൻ ഒരുപാട് പറഞ്ഞു മതിയായതാണ് സീമയെക്കുറിച്ച്, പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാമത് ശരണ്യക്ക് അമൃതയെന്ന് തൈറോയ്ഡ് 2 റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് അവൾ ഓവറായിട്ട് വണ്ണം വെച്ച് പോയത് ലാസ്റ്റ്. അപ്പോൾ സീമയോട് പറഞ്ഞ, സീമ എറണാകുളത്ത് അമൃതയിലാണ്, അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ സീമോനെ ചേച്ചി ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ, ഒന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ്, ആരുടെയോ ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി, ആരുടെയോ അല്ല, സീമക്ക് പരിചയമുള്ള ആരുടെയോ ഞങ്ങൾക്കറിയാത്ത അമേരിക്കയിലാണ് പൂട്ടിയിട്ട് പോയ അവരുടെ ആ ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് താമസിക്കാനായി അവിടെ തന്നു. അമൃതയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും അവിടെ. എനിക്കത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. അന്നൊന്നും ഈ സീമ നാട്ടുകാരെ അറിയിച്ചോ ക്യാമറക്കാരെ വിളിച്ചിട്ടോ നല്ല ഇത് ചെയ്തത്. ശരണ്യ എന്നെ സീമ ചേച്ചി സഹായിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പുറത്തറിയുന്നൊരു കാര്യമാണ് അല്ലേ? ഇത് ആരും വെച്ചിട്ടും അല്ല ചെയ്തത്. അന്ന് എനിക്ക് ആശുപത്രിയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു 30,000 രൂപ കൊണ്ടു തന്നു. ചേച്ചി ഞാൻ സീമ ചേച്ചി ഒന്നും അറിയണ്ട, അത് കയ്യിൽ വെക്കി, ചേച്ചി ഒന്നും അറിയേണ്ടത് കയ്യിൽ വെക്കുന്നു പറഞ്ഞു. അങ്ങനെ തന്നു. പിന്നെ വീട്ടിൽ ഇടയ്ക്ക് വരുമ്പോൾ അരിയും ചായപ്പൊടിയും വീട്ടിൽ അടുക്കളയിൽ കയറി നോക്കും എന്താ ഇല്ലാത്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ അത് പോയി വണ്ടിയിൽ വാങ്ങി അല്ലെങ്കിൽ ഡ്രൈവറെ അയച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഒരാളൊരു നന്മ ചെയ്യുമ്പോഴേ ആ കാര്യം ഞാനിപ്പോൾ ഓർത്തത്, പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നില്ലേ, ലോറി ഉടമ
അർജുൻ്റെ കാര്യം വന്നപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്ക് ഞങ്ങളുടെ ഒരു കാര്യമായിട്ട് കമ്പാരിസൺ ചെയ്തു. കാരണം സീമാജി നായർ അവസാനം ഇത് അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഓരോ സർജറിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ട്, പലയിടത്തും പോയി. പിന്നെ ഗുരുവായൂർ തുലാഭാരം നേർച്ചയാക്കി, അങ്ങനെ എന്നെ ശരണി അവിടെ കൊണ്ടുപോയി തുലാഭാരം തൂക്കി ഓരോ സർജറിക്കും ഓരോ വഴിപാട് ചെയ്യും, അല്ലെ മൂകാംബികയിൽ. പിന്നെ അത് കഴിയുമ്പോൾ ഞങ്ങളെയും കൂട്ടി അവിടെ പോകും. ഭയങ്കര ഭക്തിയാണ്, ഗുരുവായൂരപ്പൻ ഭക്തിയാണ് പുള്ളിക്കാരി. അങ്ങനെ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു 6ാമത്തെ 7ാമത്തെ സർജറി വന്നപ്പോൾ 10 പൈസ കയ്യിലില്ല. സീമാജിയെ വിളിക്കുന്നത്, സീമ 5 മാസമായിട്ടുള്ള ഒരു സർജറി ചെയ്തിട്ട് ഒന്നും കയ്യിലില്ല, ഡിവോഴ്സായി, ഒന്നുമില്ല. അപ്പോൾ സീമ പറഞ്ഞു എന്ത് ചെയ്യും ചേച്ചി. പിന്നെ സീമ പലരോടും അതൊന്നിപ്പോൾ സീമ പറയും, സീമയുടെ ഇൻ്റർവ്യൂ എപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ സീമ പറയും ആ കാര്യം. സീമ കണ്ണ് വെള്ളം നിന്നിട്ട് ചേച്ചി എന്താ ചെയ്യുക, നമുക്കൊരു കാര്യം ചെയ്യാം, ശരണ്യെ ഇട്ടിട്ട് നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ട് ഒരു മെസ്സേജ് ഇടാം. ഞാൻ പറഞ്ഞു വേണ്ട സീമ, അങ്ങനെ ഒരു മെസ്സേജ് ഇട്ട് എൻ്റെ മോൾക്ക് സഹായം വേണമെന്ന് തൊട്ട് അത് ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മൾ പലരുടെയും കണ്ടിട്ടുണ്ട് അതേ ഒരു അവസ്ഥയിൽ ശരണ്യക്ക് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറയുന്നത് ശരണ്യെ കാണിക്കാണ്ട്, അല്ല ശരണ്യെ കാണിക്കാണ്ട് ചെയ്താൽ കിട്ടില്ല ചേച്ചി, ശരണ്യെ കാണിക്കണം, ശരണ്യെ ഇങ്ങനെ ലൈവായി കാണിച്ച് ചെയ്താലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട സീമ, എന്നാൽ പിന്നെ എന്താ ചെയ്യുക ചേച്ചി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഒത്തിരി വിഷമത്തോടെ തന്നെ സീമ ഫോൺ വെച്ചു. പിന്നെ പെട്ടെന്ന് സീമ ആരെയൊക്കെ സൂരജ് പാലാക്കാരനെയും ഒരു മനോജ് എന്ന് പറഞ്ഞ മനോജിനെയൊക്കെ കോണ്ടാക്ട് ചെയ്ത്, പിന്നെ ശരണി ഇല്ലാതെ തന്നെ സീമ അന്നേരം ഈ വാനമ്പാടി സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലൊക്കേഷനിൽ വന്ന് ശരണിയെ കാണിക്കാതെ ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്തു. സീമ പറഞ്ഞു ശരണിയെ കാണിക്കാതെ എടുത്തതുകൊണ്ട് എത്രമാത്രം ആൾക്കാർ റെസ്പോണ്ട് ചെയ്യും നമുക്കറിയില്ല, നമുക്ക് നോക്കാം അങ്ങനെ പറഞ്ഞ്. പക്ഷേ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു സീമയുടെ. അത് ഒരുപാട് പേര് ഏറ്റെടുത്തു. എന്നാലും സീമക്ക് അപ്പം ഞാൻ പറഞ്ഞു മതി, നമുക്ക് ചികിത്സക്കുള്ള പൈസയൊക്കെ ആയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു മധു ഉണ്ട്. ശരണ്യ ആദ്യം അത് പറയുമ്പം ഈ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, മുതുകുളത്തുള്ള മധു. അപ്പോൾ മധുവിൻ്റെ ഒരു മ്യൂസിക് ആൽബത്തിൽ അഭിനയിച്ചിരുന്നു. നല്ലൊരു മനുഷ്യനാണ്, ഒരു പ്രൊഡ്യൂസർ, ആൾ തന്നെയാണ് നായകനായിട്ട് അഭിനയിച്ചത്. പിന്നെ വൈഫും അമ്പിളിയും കാർത്തും ആ കുടുംബം മൊത്തം ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്. അവർ ഒരു ഫാമിലി പോലെയാണ്. പുള്ളിക്കാരൻ ഞങ്ങൾക്ക് അന്ന് ആ ഷൂട്ടിംഗ് ചെയ്തിട്ട് പോയി. അന്ന് ഫാമിലി ഒന്നും ആയിട്ടില്ല, ഷൂട്ടിംഗ് അന്ന് ചെയ്തു. അവർ പോയി, നമ്മളടുത്ത് അവരെ നമ്പറില്ല, നമ്മളവരെ കണ്ടിട്ട് പിന്നെ കാണുന്നുമില്ല. പക്ഷേ കുവൈറ്റിലാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസം എന്നെ വിളിക്കുന്നു, സീമാജിയുടെ മെസ്സേജ് ഇട്ട്, അമ്മ അമ്മ മധു അമ്മ. ഞാൻ ഏത് മധു? അമ്മ പണ്ടൊരു മ്യൂസിക് ആൽബം ചെയ്തിട്ടില്ലേ, അമ്പിളി, എനിക്ക് ഓർമ്മയില്ല, ഉണ്ട്, മധു ആണമ്മ, 1 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ മധുവിനോട് ഇങ്ങനെ നന്ദി പറയുന്നു കേട്ടോ. ഞങ്ങൾക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ പൈസ എന്നവരുടെ പേരെടുത്ത് പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല. അത്രയും ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, മനസ്സിലായി, അറിയുന്നവരും അറിയാത്തവരുമായിട്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയധികം മലയാളികളുടെ സ്നേഹവും പ്രാർത്ഥനയും കിട്ടാൻ ഭാഗ്യം ലഭിച്ചത് എൻ്റെ ഈ ഒരു മോളായിരിക്കും, മനസ്സിലായില്ലേ. അത്രക്കധികം ആൾക്കാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രക്കൊരു ഹോട്ടലിൽ സ്വീപ്പറായിട്ട് ജോലി ചെയ്യുന്ന കുട്ടി പോലും 100 രൂപ അയച്ചു തന്നിട്ടുണ്ട്, ഇല്ലേ. അവരുടെ എല്ലാം ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ സ്നേഹസീമ എന്ന് പറയുന്ന വീട്. അതിന് ഏറ്റവും മുന്നിൽ നിന്ന് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ഓരോരുത്തരുടെയും വാതിലിന് പോയി മുട്ടി വിയർത്തൊലിച്ച് 2 ചെവിയിലും ഫോൺ വെച്ച് വിയർത്തൊലിച്ച് പണിപ്പെട്ടത് സീമയാണ്, മനസ്സിലായില്ലേ. പിന്നെ ഫിറോസ് കുന്നംപുറത്ത് സീമ പറഞ്ഞു ചേച്ചി ഒരു വീട് വേണം, എത്ര കാലം ചേച്ചി ഇങ്ങനെ ഈ കൊച്ചിനെയും കൊണ്ട് വാണി. അവനെ സീമ വീട് വേണ്ട, എനിക്ക് വീട് വേണ്ട, ചികിത്സിക്കാനുള്ള പൈസ എൻ്റെ കുഞ്ഞിനെ ചികിത്സിച്ച് ഞാൻ എവിടെ ഒരു കൂരയിലായാലും ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കിടന്നോളാം, എനിക്ക് വീടിൻ്റെ ആഗ്രഹമൊന്നും ഇല്ല സീമ. ചേച്ചി അങ്ങനെ പറയില്ലേ, ചേച്ചി മിണ്ടാതിരിക്കും. ഇപ്പം നമ്മളൊരു മെസ്സേജൊക്കെ ഇട്ടാൽ നമുക്ക് അവർക്കൊരു വീടാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് സീമ ടിനി ടോമിനോ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ടിനി ടോം ആണെന്ന് തോന്നും, പിന്നെ ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ നമ്പർ കൊടുത്തത്. ഫിറോസ് കുന്നംപറമ്പിൽ വീട്ടിൽ വന്ന് ശരണ്യ ലൈവായി, പിന്നെ അവൾക്ക് ആ ഒരു അങ്ങ് മാറി, ലൈവായി കാണിച്ചാലും കുഴപ്പമില്ല എന്നുള്ള. അങ്ങനെ അവളെ ലൈവായി കാണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇടുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് പ്രവാസികളൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു, മനസ്സിലായില്ലേ. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു വീടായത് ഞങ്ങൾക്ക് സ്നേഹസീമ എന്നില്ല. പക്ഷേ ഇവിടെയും നമുക്ക് ഈ പുഴുക്കുത്തുകളുണ്ടല്ലോ, ആരെവിടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നോ അവിടെ തെരഞ്ഞു പിടിച്ചിട്ട് ഇല്ലേ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. കാരണം അപ്പം ഞാൻ ഈ അർജുൻ്റെ കാര്യം പറഞ്ഞത് വന്നപ്പോൾ നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു ഈ കുഞ്ഞിനെ കിട്ടാനും. കാരണം അമ്മയുടെ വേദന നമുക്കറിയാം, കാരണം ഒരു മകളെ നഷ്ടപ്പെട്ടൊരു അമ്മയാണ് ഞാൻ. ദൈവമേ, അത് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യം പോലും ഇല്ലാതിരിക്കുന്നവരുടെ ഒരു അവസ്ഥ. അപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരാളെ കുറിച്ചുള്ള ഒരു വിവാദങ്ങൾ നമ്മൾ കേട്ടതില്ല. അതനുസരിച്ച് നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഒരാൾ ചെയ്യുന്ന ഒരു നല്ല കാര്യത്തെ നമ്മൾ അതിൻ്റെ ഒരു ഇത് എന്താ പറയുക, അതിനെന്താ പറയുക, അതിൻ്റെ മൂല്യം നമ്മൾ
മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ അതുപോലെ നമ്മളും ചെയ്യണം. നമ്മൾ അതുപോലെ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അതിന്റെ മൂല്യം മനസ്സിലാകും. അല്ലാതെ നമ്മൾ സൂട്ടും കോട്ടൊക്കെ ഇട്ട് എവിടെയെങ്കിലും മാറി നിന്ന് അവർ ചെയ്യുന്നതിന് അവരുടെ വായിന്ന് വീഴുന്ന ഒരു വാക്കോ അല്ല അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു അപാകതയോ മാത്രം എടുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ അല്ലേ, അതേ അവസ്ഥകൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് സീമയുടെ കാര്യത്തിൽ. പലരും സീമക്ക് അവാർഡുകളൊക്കെ കിട്ടി കുറേ ക്രെഡിറ്റ് ഒക്കെ ചേച്ചിയല്ലേ ചേച്ചിയുടെ മോളെ ഇത്രയധികം കഷ്ടപ്പെട്ട് നോക്കിയത്, പിന്നെ അല്ലെങ്കിൽ ആൻറ്റിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയത്, പിന്നെ ക്രെഡിറ്റ് സീമക്ക്. ഞാൻ എന്തിനാണ് ശരണ്യെ നോക്കിയത്? എൻ്റെ മോളല്ലേ ശരണ്യ. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? എൻ്റെ മോളെ നോക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അതിന് എനിക്ക് അവാർഡ് തരണോ ആരെങ്കിലും? ശരണ്യെ നോക്കി അമ്മ എന്നും പറഞ്ഞിട്ട് എനിക്ക് ആരെങ്കിലും അവാർഡ് തരണോ? അതെൻ്റെ കടമയല്ലേ? ഒന്നാമത് സീമാജി നായർ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ശരണ്യെ ഇത്രയും അധികം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ ഏറ്റെടുക്കാനും പ്രാർത്ഥന കുറച്ചുകൂടെ നാൾക്ക് ജീവൻ കുറച്ചുകൂടെ തിരിച്ചു കിട്ടിയതും, കാരണം സർജറി അടക്കം ചെയ്യാൻ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഉണ്ടുമ്പോൾ നമ്മളോട് പലരും പല ഇതും പറഞ്ഞു തരും. എന്തിനാ പറഞ്ഞു തരുന്നത്? അവിടെ വരുന്നത് എന്താണ്? അതാ പറയുന്നത്, എപ്പോഴും നമുക്ക് എല്ലാവരും ചെയ്യും പോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നു പറയാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാവരും പണം കൊടുത്ത് സഹായിക്കാനും പറ്റില്ല. പക്ഷെ ഒരാളെ മനസ്സിലുള്ള നന്മ, അവരുടെ മനസ്സിലുള്ള സ്നേഹം, അവരുടെ സമയം, ഏറ്റവും വലിയ അവരുടെ സമയം, അവരുടെ കയ്യിലുള്ള കുറച്ചെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടല്ലോ, അവരുടെ കയ്യിലുള്ള പൈസ, ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരാൾ ചിലവാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതെങ്കിലും ചെയ്യുക എല്ലാവരും. കാരണം എനിക്കതാ ഈ പറയാനുള്ളത്. ചില ആൾക്കാരോടൊക്കെ ഈ ഒരാളെ നമ്മൾ വിമർശിക്കാതിരിക്കുക. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ചെയ്യുന്ന കാരണം പിന്നെ വേറെ ഈ ഉപകാരം ചെയ്യുന്നവർ തന്നെ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോൾ ഞാൻ ഇവർക്ക് ഈ സഹായം ചെയ്താൽ എനിക്കെന്ത് തിരിച്ച് കിട്ടും എന്ന് ചിന്തിക്കാതെ സഹായം ചെയ്യുക. മനസ്സിലായി? നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും കണക്കുണ്ട്, പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഒരു കണക്കുണ്ട്. അത് നമ്മളെ പുണ്യത്തിൻ്റെ അക്കൗണ്ടിൽ വീഴും. നമുക്കിപ്പം എനിക്കിപ്പോൾ എനിക്കൊരു സഹായം ചെയ്ത് എന്നിൽ നിന്ന് സീമക്ക് കിട്ടണമെന്നില്ല. അത് മനസ്സിലായില്ലേ? ആ പുണ്യത്തിൻ്റെ അക്കൗണ്ടിൽ അത് കിടക്കും. അത് നമുക്ക് ആവശ്യ സമയത്ത് നമുക്ക് തീരെ അയ്യോ ഞാൻ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് ഏതെങ്കിലും ഒരാൾ മുഖേന നമുക്ക് ആ സഹായം തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും കിട്ടും. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഓർത്തു. കാരണം എനിക്ക് ഒരുപാട് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സീമയല്ലേ ഇത് ക്രെഡിറ്റും ക്രെഡിറ്റ് ഇല്ലായ്മയാണോ? ആണോ? ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു മനസ്സുണ്ടാവണ്ടേ? മനസ്സ് മാത്രമല്ല, നമുക്ക് മനസ്സും നമ്മൾക്ക് ഒരാൾക്ക് സമ്പാദ്യം കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ സമ്പാദിച്ചെടുക്കാതെ സമയം കൊടുത്താൽ അതാണ് ആ സീമയുടെ സമയം എത്രമാത്രം. ഏറ്റവും പിന്നെ ആ മോള് പോയിട്ട് എൻ്റെ ബന്ധുക്കളെല്ലാം കണ്ണൂരുള്ളവരാണ്. അവരെല്ലാം ഓരോരോ ജോലിക്കാരും അവർ വന്ന ആ സംസ്കാരം കഴിഞ്ഞ ഉടനെ സാരിയൊക്കെ എടുത്തു കൊടുത്ത് അവർ പോയി. എല്ലാവരും, ആരും വീട്ടിലില്ല. എൻ്റെ അമ്മയുണ്ട്. പിന്നെ ഈ നമ്മുടെ വീട്ടിലാരെങ്കിലുമൊക്കെ വേണ്ടി ഒരു മരണം നടന്ന വീടില്ലേ, ഈ 16 ദിവസം ഈ സീമയാണ് ഇവിടെ ഒരു ഷൂട്ടിങ്ങിനും ഒരു കാര്യത്തിനും പോവാതെ പല പ്രോഗ്രാമിനും വിളിക്കുന്നുണ്ട്, പോവാതെ അവിടെ നിന്ന് വെള്ളം വെച്ച് രാവിലെ എന്നെ ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. എന്നെ പല സ്ഥലത്തും ഓരോ ദിവസം ഓരോ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും, ഓരോ ഡോക്ടർമാരെ വിളിക്കും, അവിടെ കൊണ്ടുപോകും. പിന്നെ എന്നെ കുളിപ്പിച്ച് ആ ബാത്റൂമിൽ കൊണ്ടെത്തിക്കുന്നവരെ പുള്ളിക്കാരി ചൂടുവെള്ളം കൊണ്ടുവച്ചെന്ന് ചേച്ചി കുളിക്ക്, ഭക്ഷണം കഴിക്കാനും ഇതെല്ലാം ആരാണ് ചെയ്യുക? അവരുടെ സമയവും അതിനൊക്കെ ഒരു സമയം മാത്രം, ഒരു മനസ്സും വേണ്ടേ? ഞാൻ പറയുന്നില്ല, നമ്മളെ അമ്പലങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിക്കുന്നു, അവിടെ വിഗ്രഹമുണ്ട്, നമ്മളെ ദൈവത്തെ ആരും കാണുന്നില്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള രൂപത്തിലാണ് നമ്മൾ ദൈവങ്ങളെ കാണുന്നത്, ഇങ്ങനെയുള്ള പലരെയും രൂപത്തിൽ. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് എന്നും ഞാൻ എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഒരുപാട് എല്ലാവരും ഉണ്ട്. ഞങ്ങളെ സഹായിച്ചവരും സഹായിക്കാത്തവരായാലും ആരായാലും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും സഹായിക്കാൻ പറ്റാത്തവർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, പ്രാർത്ഥിച്ചവർക്കെല്ലാം എന്നും ഞാൻ നന്ദി പറയപ്പെടും. ഞാൻ മെഡിറ്റേഷൻ ചെയ്യും എപ്പോഴും 3:30 മണിക്ക് എണീച്ച് എപ്പോഴും ആ മെഡിറ്റേഷൻ്റെ ആദ്യം അവസാനം ഇത്രയും ആൾക്കാർക്ക് എല്ലാവർക്കും ഞങ്ങളെ സഹായിച്ചവർക്കൊക്കെ നന്ദി പറയുക. അതാണ് നമ്മൾ ചെറിയ ചെറിയ കുറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലല്ലോ. നമ്മളതെല്ലാം തേടിപ്പിടിച്ച് അതിനെ വിമർശിക്കുന്നവർക്ക്, ഈ വിമർശനങ്ങൾ നടത്തുന്നവരില്ലേ, അങ്ങനെ ചിലവരുണ്ട്. എന്ത് കാര്യം കണ്ടാൽ അതിൽ നെഗറ്റീവ് മാത്രം കണ്ട് വിമർശിക്കുന്നവർ, അവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ റിയാക്ഷനാണ് കാണേണ്ടത്. അവരെക്കുറിച്ച് ആരെങ്കിലും എന്ത് പറഞ്ഞാലും അവരങ്ങ് പൊട്ടിത്തെറിക്കും, ഭയങ്കര ഡിപ്രഷനാവും. മനസ്സിലായോ? അവർക്ക് എല്ലാവരും, ഞാൻ ഇന്നാളെ എന്ന് പറയുന്നില്ല, അവർക്ക് എല്ലാവരെ കുറിച്ച് ഞാൻ എന്ത് കാര്യത്തിനും പറയാം. മനസ്സിലായില്ല? അവർ ഡൗൺ ആവും മാത്രമല്ല, അവർ ഭയങ്കര അതാണ് പ്രശ്നം. അപ്പൊ അതേ വികാരമാണ് മറ്റുള്ളവർക്കും ഉള്ളതെന്ന് അവർ മനസ്സിലാക്കണ്ടേ. എല്ലാവരും നമ്മളിതൊന്നും എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. നമ്മളെല്ലാവരിലും ഉള്ള നന്മകൾ കാണുക അല്ലേ? എല്ലാവരിലും നന്മയുണ്ട്, നന്മയില്ലാത്തവരാരും ഇല്ല. എല്ലാവരിലും ഒരു കണക്കിന് നന്മയുണ്ട്. അപ്പൊ ആ നന്മകൾ കാണാം. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരാരും ഇല്ലല്ലോ. നമ്മളൊക്കെ മനുഷ്യരല്ലേ. എല്ലാവരും സാധാരണക്കാരും. നമ്മൾ കരയുന്നവന്റെ കൂടെ കരയും, ചിരിക്കുന്നവരുടെ കൂടെ ചിരിക്കും. ഇതല്ലേ നമ്മൾ മനുഷ്യര്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില വികാരം അല്ലേ, നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ മനുഷ്യന്മാർ.
അതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല, ഞാൻ എൻ്റെ അനുഭവം മാത്രം. കാരണം 1-2 പേര് എന്നോട് വിളിച്ച് ചോദിച്ചു, പേഴ്സണലായിട്ട് എന്നോട് അടുത്തുള്ളവർ, ഈ ഫീൽഡിലുള്ളവരല്ല കേട്ടോ, ചേച്ചി ഈ സീരിയലൊക്കെ ഇങ്ങനെയാണല്ലേ, ഈ സീരിയലൊക്കെ അഭിനയിക്കാൻ പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലേ. അപ്പോൾ അവർ പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലായി. ഡയറക്റ്റ് എന്നോട് പറയുന്നില്ലെങ്കിലും നമ്മളും ഇങ്ങനെയാണോ വന്നത്. പക്ഷേ എൻ്റെ മോളിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും. പിന്നെ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ സീരിയലല്ലേ ശരണ്യ വന്നത്, അതുകൊണ്ട് കൂടിയാണ് ഞാൻ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ കാര്യം. അല്ലെങ്കിൽ എനിക്കിത് പറയേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ ഒരിക്കലും ഈ ഫീൽഡ് നല്ലതാണെന്നും പറയുന്നില്ല, മോശമാണെന്നും പറയില്ല. നല്ലതല്ലാത്തവരും ഉണ്ടാവാം. അമ്മ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശരണ്യ, ഇപ്പം അമ്മ പറഞ്ഞ പോലെ 3 വർഷമായി പിരിഞ്ഞിട്ടെന്നൊക്കെ പറയുന്നത് എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം അമ്മ പറഞ്ഞ പോലെ സീമ ചേച്ചി അത് ആ സമയങ്ങളിൽ ഭയങ്കര ഇതായിട്ടായിരുന്നു. ആ സമയത്ത് മാത്രമല്ല മോളെ, ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒന്ന് എൻ്റെ ഒരു ധൈര്യം സീമയാണ്. എൻ്റെ ഒരു ധൈര്യം സീമാജിന്ന്. സീമക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോഴേ എനിക്ക് ടെൻഷനാണ്. ഒരു വയ്യായിക വരുമ്പോഴോ ദൈവമേ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഉള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ധൈര്യം സീമയാണ്. ഞാൻ പറഞ്ഞു ഈ ഡോള് കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് ശരണേന്ന് എനിക്ക് ഓർമ്മ വന്നു ഭയങ്കരമായിട്ട് ലാസ്റ്റ് നിമിഷങ്ങളിൽ. അങ്ങനെയില്ല മോളെ. ഇപ്പം ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ആകാശത്ത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. ആകാശത്ത് നമ്മൾ ഇങ്ങനെ മേഘമില്ലേ, നിശ്ചലമായി കിടക്കുന്ന മേഘത്തിന് ഇങ്ങനെ നോക്കും. അപ്പം നമ്മളെ ഈ ബോഡിയുടെ ഒരു പരിമിതി അല്ലേ, ഈ നമ്മുടെ ശരീരത്തിൻ്റെ പരിമിതിയിൽ നിന്ന് വിട്ടു പോകുന്നതാണ് നമ്മളെ സോള്. എല്ലാവരും ആത്മാവെന്ന് പറയുന്നത് ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. കാരണം ആത്മബന്ധം, ആത്മശാന്തി ഇതെല്ലാം പറയുന്നത് ആത്മാവിന് ബന്ധപ്പെട്ടില്ലേ. അപ്പം നമ്മളെ ഈ ആത്മാവ് നമ്മളെ ഈ ബോഡിയുടെ ശരീരത്തിൻ്റെ ഒരു പരിധി വിട്ട് പുറത്തേക്ക് കിടക്കുകയാണല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ആകാശത്ത് നോക്കി ആ മേഘത്തിന് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. മേഘത്തിന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബോഡി ഒരു വെയ്റ്റ്ലെസ് ആയി ദൈവം. ഈ നമ്മളിങ്ങനെ പക്ഷികളൊക്കെ പറക്കുന്ന കാണാം. അപ്പോൾ നമ്മളിങ്ങനെ പറന്നിരുന്നെങ്കിൽ അപ്പോൾ ആ ഒരു ഫീൽ ചെയ്യുമ്പോൾ, അല്ലാതെ ഫീൽ ചെയ്യുമ്പോൾ ഇതുപോലെയല്ലേ സോളുള്ളത്. അവരെന്ത് സ്വസ്ഥമായിട്ടായിരിക്കും അവിടെ ഉള്ളത്. കാരണം അവർക്ക് ദുഃഖങ്ങളില്ല, വിഷമങ്ങളില്ല. ഈ ഭൂമിയിൽ ചുറ്റും മതിൽക്കെട്ടുകൾ, അപ്പുറം കടന്നുകൂടാ ഇപ്പുറം കടന്നുകൂടാ, പിന്നെ അത് പറഞ്ഞാൽ കുറ്റം ഇത് പറഞ്ഞാൽ കുറ്റം, എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ അല്ലേ, എങ്ങനെ എന്ത് പറയണം ഏത് പറയണം. നമ്മുടെ നാവിന്ന് വരുന്ന ഓരോ വാക്കും ഊർജ്ജമാണ്. നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് തിരിച്ചു വരും. നമ്മൾ ചെയ്യുന്ന ഓരോന്നും നമുക്ക് തന്നെ തിരിച്ചായി വരും. അതാരും അറിയുന്നില്ല. അപ്പം നമ്മൾ നല്ലത് പറയുക, നല്ലത് മാത്രം പ്രവർത്തിക്കാനും നല്ലത് മാത്രം പറയുവാനുമാണ് നമുക്ക് ജന്മങ്ങൾ തന്നതെന്ന് വിശ്വസിക്കുക അല്ലേ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഓരോ അമ്മമാരും, ഇപ്പം എൻ്റെ മോളൊരു നടി എന്നുള്ളൊരിതിനേക്കാളും ക്യാൻസർ സർവൈവർ എന്നുള്ള രീതിയിലും ആൾക്കാർ അറിയപ്പെടുന്നുണ്ട്, കൂടുതൽ അങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, നമ്മൾ ഓരോ അമ്മമാരും നമ്മളും പോവും. ഇന്ന് ഞാൻ നാളെ നീ പറഞ്ഞ പോലെ ഇന്ന് നീ നാളെ ഞാൻ ഇല്ലേ. അമ്മ പറഞ്ഞ പോലെ ശരിക്കും ശരണ്യ ഒരു സർവൈവറും ഒരു ഫൈറ്ററും തന്നെയാണ്. കാരണം ചിരിച്ചോണ്ടല്ലാണ്ട് ശരണ്യനെ പിന്നീട് നമ്മൾ വന്ന വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല. അതൊന്നും അവർക്ക് ചിരിക്കുകയാണ്. അമ്മയും ഭയങ്കര, അതായത് അമ്മയ്ക്കുണ്ട് വിഷമമുണ്ട്. വിഷമം ഞാൻ മറ്റുള്ളവരെ മുന്നിൽ കാണിക്കില്ല, അതാണ് കാണിക്കാറില്ല. എനിക്കിഷ്ടമല്ല. ആദ്യം ഞാൻ ആ മെൻ്റൽ ഒരു സ്ട്രെസ് ഉണ്ടായ സമയത്ത് ഞാൻ നോർമലല്ലേ, കുറേ സൈക്യാട്രി രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലെ ജയരാജ് ഡോക്ടർ സീമയാണ് കൊണ്ടുപോയത്. അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ ഡോക്ടർ ഞാൻ ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞു, സ്നേഹസീമയിൽ തന്നെ മാറ്റാൻ പറഞ്ഞു. അതെന്തിനെന്ന് പറഞ്ഞാൽ മോളുടെ ഓരോരോ ഇതും കാണുമ്പം ഭയങ്കര ഡിപ്രഷൻ ആവുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പിന്നെ ചെന്നൈയിൽ എൻ്റെ കുഞ്ഞമ്മയുടെ അടുത്ത് 2 മാസം പോയിട്ട് നിന്നു. അങ്ങനെയൊക്കെ നോർമൽ രീതിയിലേക്ക്, അത് എന്നെ നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാനും സീമയുടെ ഒരു പരിശ്രമം. അവർക്ക് ഇനിയും കുറേ ആളുകൾ, സത്യം ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ പറയും, സീമയെ പോലുള്ള ആൾക്കാർ, സീമ അതുപോലെ ഇപ്പം നമ്മൾ എടുത്ത് പറയാവോന്നറിയില്ല, മനാഫിൻ്റെ കാര്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് നമുക്കൊരാൾ സമയം നമുക്ക് വേണ്ടി ചിലവാക്കണമെങ്കിൽ എത്രയും തന്നെ മനസ്സുള്ളവർക്കേ അത് പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റില്ല. അമ്മ പറയുന്ന പോലെ ഈ സ്നേഹവും ഈ എല്ലാവരും നല്ല രീതിയിൽ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. കാരണം ഒരാൾ തോറ്റാലല്ലേ ഒരാൾക്ക് ജയിക്കാൻ പറ്റൂ. സ്നേഹവും അതൊക്കെ ഈ ഭൂമിയിൽ നിലനിൽക്കത്തുള്ളൂ. വെറുപ്പും വിദ്വേഷമൊക്കെ എന്നും മാറും. അപ്പൊ അമ്മയെ നമ്മൾ ഒരുപാട് നേരം സംസാരിക്കാൻ തുടങ്ങിയിട്ട് അമ്മയെ കേൾക്കാൻ വന്നതിൽ, ശരണ്യയെ കേട്ടതിൽ, സ്നേഹസീമയെ കേട്ടതിന് എല്ലാത്തിനും നന്ദി. താങ്ക് യു അമ്മ. എനിക്കും പറയാനുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻ്റർവ്യൂ, കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധാരണ സ്ത്രീയല്ലേ, ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റിയോ അങ്ങനെ ഒരു ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ ശരണ്യ പോയിട്ട് 3 വർഷമായി. എന്നിട്ട് ശരണ്യെ നിങ്ങൾ ഓർത്തല്ലോ. ശരണ്യ ഓർത്തുകൊണ്ടാണല്ലോ, അതിന് തന്നെ എൻ്റെ ശരണ്യ ഒരു ഭാഗ്യം ചെയ്ത കുഞ്ഞല്ലേ. അയ്യോ, കാരണം ഒരാൾ ഒരു മരണപ്പെട്ടു പോയ ആ സമയത്തൊരു കോലാഹലമൊക്കെ ഉണ്ടാവും ഇൻ്റർവ്യൂകളും. പക്ഷേ ഇത്രയും 3 വർഷമായിട്ട് അവളെ ഓർത്ത്, അതുകൊണ്ടാണ് എനിക്ക് തോന്നി ആ ഇൻ്റർവ്യൂ. കാരണം ആ ഒരു സന്തോഷം, എൻ്റെ മോളൊന്ന് ലൈവ് ആവുമല്ലോ. പക്ഷെ അതിൽ എനിക്ക് വേറെ ഒരു നെഗറ്റീവും ദയവ് ചെയ്ത്
ആരും പറയില്ലേ. ഇല്ല ചേച്ചി. എനിക്ക് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞതെല്ലാം ദൈവം സാക്ഷിയായി, പ്രപഞ്ച സാക്ഷിയായി സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം അവർ പറയുന്ന അനുഭവങ്ങളിൽ അവരനുഭവങ്ങളായിരിക്കും, അവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കാം. ഞാൻ അതിലൊരിക്കലും തെറ്റ് പറയില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഞാൻ ശരണ്യയുടെ ഈ ഫോട്ടോ ഭയങ്കരമായിട്ട് നോക്കി, ഭയങ്കര തലയിൽ മുടിയില്ലാത്തതുകൊണ്ടാണ് സ്കാർഫ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അമ്മേ, ശരി എന്നാ, സന്തോഷം. ഓക്കെ.